എൻ്റെ ലൈഫ് എനിക്ക് രണ്ട് ചോയ്സസ് തന്നു. ഒന്നെൻ്റെ മാനിഫെസ്റ്റേഷൻ, മറ്റേതിൻ്റെ ഡെസ്റ്റിനി. ഇതെന്താ ഇവൻ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. എനിക്കെന്നെ എപ്പോഴാണ് മനസ്സിലായത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഡെസ്റ്റിനിയോ, നമുക്കിവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മാത്രം കിട്ടുന്നത്. ഇത് രണ്ടിൻ്റെ ഇടയിലുണ്ടായ കൺഫ്യൂഷനാണ് എൻ്റെ ജീവിതം. എൻ്റെ കഥ 200 കൊല്ലങ്ങൾക്ക് മുൻപാണ് തുടങ്ങിയത്. എന്നെ മുതുമുത്തശ്ശന്റെ മുത്തശ്ശനായ പൂർത്തി ഗോദാവരി ജില്ലയിൽ നിന്നും ഹൈദരാബാദിലെത്തി ഒരു ചെറിയ ചായക്കട തുടങ്ങി. കട ചെറുതായിരുന്നെങ്കിലും ആ ചായയുടെ മണം അന്ന് ഹൈദരാബാദിന്റെ നവാബായിരുന്ന മുഹമ്മദ് അലി ഖാന്റെ അടുത്ത് വരെ എത്തി. അത്ര തന്നെ, എന്റെ മുത്തശ്ശനെ കൊണ്ടുപോയി അദ്ദേഹം ജോലിക്ക് നിർത്തി. ആ നവാബ് ദേഷ്യത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും എന്റെ മുത്തശ്ശൻ കൊടുക്കുന്ന ചായ കുടിച്ചാൽ മതി, എല്ലാം മറക്കുമായിരുന്നു. ആ നവാബ് പിന്നീട് ഈ രാജ്യം വിട്ടു പോകുന്ന സമയത്ത് എന്റെ മുത്തശ്ശനോടുള്ള ബഹുമാനം കൊണ്ട് ഇവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചു. നമ്മുടെ ഹൈദരാബാദ് റിയൽ എസ്റ്റേറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ആ സ്ഥലത്തിന്റെ വില എത്രയോ കോടികളാണ്. കോടി എന്ന് പറയുമ്പോൾ അദാനി അംബാനി ലെവലൊന്നും ചിന്തിക്കണ്ട. കാരണം എന്റെ കയ്യിലിപ്പോൾ ഉള്ളത് ആ ചായക്കട മാത്രമാണ്. എന്റെ മുത്തശ്ശന് 2 മക്കളായിരുന്നു. ഒരാൾ എന്റെ അച്ഛൻ, ഒരാൾ എന്റെ വല്യച്ഛൻ. സ്വത്തുക്കള് ഭാഗം വെക്കുമ്പോ എന്റെ അച്ഛൻ ഈ വംശത്തിൽ തെളിയിക്കാൻ വേണ്ടി ആ ചായക്കട മാത്രം മതിയെന്നാണ് അവരോട് പറഞ്ഞത്. ഇതാണ് പറ്റിയ ചാൻസ് എന്ന് പറഞ്ഞ് വലിയച്ഛൻ ബാക്കിയുള്ളതൊക്കെ എഴുതി മേടിച്ചു. ചായക്കട ഉണ്ടായിരുന്ന മുത്തശ്ശൻ റിച്ചായിട്ട് തന്നെയാണ് ജീവിച്ചത്. പക്ഷെ റിച്ചായിട്ട് കഴിയേണ്ടിയിരുന്ന ഞാൻ ആ ചായക്കട മാത്രം കയ്യിൽ വെച്ചോണ്ടിരിക്കുക. അതാണ് ഈ നവാബ് കേഫ്. മതി മതി, നിന്റെ സീമന്തപുത്രൻ രാത്രിയിൽ എപ്പോഴാ എത്തിയേ? അവനാണെങ്കിൽ മാറാൻ തയ്യാറല്ല, നീ ആണെങ്കിൽ അവനോടൊന്നും പറയുന്നുമില്ല. എന്തൊരു ജീവിതം ഇതൊക്കെ. രംഗനാഥ് ഭായ് കഫേയിലോട്ട് പോകുന്നു. നമുക്ക് 10 മിനിറ്റിനകം അവിടെ എത്താം. നോക്ക്, പാൽപാത്രമൊക്കെ മുകളിലേക്ക് എടുത്തു. പരിചയമുള്ളവർക്ക് കൊടുത്ത പോലെ തോന്നുന്നല്ലോ. എടാ രംഗ, വേഗം ഒരു ചായ കൊടുത്തയക്കടോ. അല്ല, രാവിലെ തന്നെ ചായ കുടിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ലെന്ന് അറിയില്ലടോ. ഇപ്പൊ അയക്കാം. എടാ രാമു, ഒന്ന് വേഗം. നോട്ടൊക്കെ ഏത് ബാങ്കിൽ മാറ്റാ? രാവിലെ തന്നെ ഇങ്ങോട്ടാണ് നിനക്ക് ഫോണിൽ തന്നെ പണി നോക്കണ്ടോ? ഫുഡ് കഴിക്കാത്ത എന്ത് ഗതികെട്ട ജീവിതമാടാ അത്. ജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിക്കില്ലായിരുന്നു. ജോലിക്ക് സമയത്തിന് പോയില്ലെങ്കിൽ പ്രഷർ, ജോലിയിൽ നിലനിർത്തുവോ പുറത്താക്കുവോ എന്നുള്ള പ്രഷർ, വീട്ടിൽ ചെന്ന ഭാര്യയുടെ പ്രഷർ, പുറത്തു പോയ കടക്കാരുടെ പ്രഷർ. മൊത്തത്തിൽ ലൈഫ് പ്രഷർ കുക്കറിനകത്ത് കയറി ഇരിക്കുന്ന പോലെയാടാ. ഇനി വിളിക്കുമ്പോ സുഖമാണോ എന്നൊന്നും ചോദിച്ചു വരുത്. വായിക്കടാ. പോരാത്തതിന് നയിച്ചിട്ടൊരു തലവേദന.
നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. ചായ കുടിച്ച ചുറ്റിലുള്ളതെല്ലാം മറന്നു. സാരല്ല, ഇരുന്നോട്ടാ ചേട്ടാ. പിടിച്ചോ. ഇതാ നോക്കി, എന്റെ ചായയുടെ വില 15 രൂപയാ. അതിനേക്കാൾ 1 രൂപയെങ്കിലും ഞാൻ കൂടുതൽ വാങ്ങിയാലേ എന്റെ വില കുറഞ്ഞു പോവും. പാർവതി, ടിഫിൻ റെഡിയാണോ? ആ നിക്ക്, റെഡി ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചായ എടുത്തോണ്ട് വന്നോ? ആ, അതൊക്കെ കൊണ്ടുവന്നു. അല്ല, ആ ഒന്നിനും കൊള്ളാത്തവൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. മണി 10 ആയില്ലേ? ആദ്യ രാത്രി വരെ ഊര് ചുറ്റിയിട്ട് വീട്ടിൽ വന്ന് പോത്തിനെ പോലെ കടന്ന് ഉറങ്ങുക. രാവിലെ തന്നെ തുടങ്ങിയ. Hey, you, owner of the Tukada Nawab Cafe. You know the value of the BTech student and the value of the English. ഒരെണ്ണം തന്ന ഉണ്ടല്ലോ, മലയാളത്തിൽ പറയടാ. കോളേജിൽ അരീസൊക്കെ എഴുതിയെടുക്കാൻ പറഞ്ഞാൽ അതൊന്നും അവന് സാധിക്കില്ല. ഇവിടെ വന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വന്നിരിക്കുക. അവന്റെ ഒരു ഇംഗ്ലീഷ് ഒന്നിനും കൊള്ളാത്തവൻ. മിനിസ്റ്റർ രംഗനാഥ്. മിനിസ്റ്റർ രംഗനാഥോ? അത് ഏത് രാജ്യത്തെയാടാ? ഓ, മിസ്റ്റർ രംഗനാഥിനെയാണോ നീ അങ്ങനെ വിളിച്ചത്? എന്തായാലും മനസ്സിലായല്ലോ. അപ്പോഴേ ഇപ്പോ ഞാൻ എല്ലാ സബ്ജക്റ്റും ഒറ്റയടിക്ക് ക്ലിയർ ആണെങ്കിലെന്ന് വെക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏത്? രാത്രി വാങ്ങിച്ച കുപ്പികളുടെ കാര്യമാണോ പറയുന്നത്? അതിരിക്കട്ടെ, ഇന്നലെ രാത്രി എവിടെയാടാ പോയിരുന്നത്? ഓ, സ്ട്രാറ്റജി മീറ്റിംഗ്സ് വിത്ത് സിസർ. അതെയോ? എന്ന് വെച്ചാ ഈ മീറ്റിംഗ് ഒക്കെ കാമാക്ഷി ബാറി വെച്ചല്ലേ? ഓ എനിക്ക് വയ്യ. പിന്നെയും തുടങ്ങിയോ? മഴക്കാലത്ത് കൊടയില്ലെങ്കിൽ പോലും പുറത്തു പോകാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ വഴക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ദാ പിടിച്ചോ. ശരി, നന്നായിട്ടുണ്ട്. ഓ, ഇതിനൊന്നും ഒരു കുറവില്ല. അത് തരണ, നീ പോ. പോത്തെ ഫാനുണ്ടോ? റെഡിയാണോ? റെഡി ആയിട്ടാ. എങ്ങനെയുണ്ട്? വാവ്, സൂപ്പർ. ഞാൻ പ്രപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല അവള്. ഡ്രിമ്മറേ, എന്തിനാണോ എടുത്ത? 5000 രൂപ ഇതിന്. 2000 പറഞ്ഞേ. അത് ചേട്ടൻ കൈവയ്ക്കുന്നതിന് മുൻപ്. ചേട്ടൻ കൈവച്ചാ പിന്നെ ഇതിന്റെ റേറ്റ് തന്നെ മാറും. ആ ശരി, വെക്ക്. വന്നു വന്ന് ഇവനും കട്ടിങ് ചെയ്യേണ്ട അവസ്ഥ. ഒരു ദുരന്തം. ഇത് 5000. കുറച്ച് വളർന്നെന്ന് തോന്നുന്നല്ലോ. ഹായ്. ഹായ്. രാവിലെ തന്നെ ഒരു വായ നോക്കി കിട്ടിയല്ലേ? അത് വിടാളിയാ, ഓൾഡ് ഏജ് ഹോം ലവ് സ്റ്റോറിയാ. എടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ തിളങ്ങാൻ പോകുന്ന ദിവസം. കോളേജിൽ നിന്ന് റിസൾട്ട് വരാൻ പോവാ. Let's go. വേഗം വണ്ടി വിടറാ. ഉടനെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കണം. കലാം സാറ് സ്വപ്നം കാണാൻ പറഞ്ഞായിരുന്നു, പക്ഷേ എന്ന് വെച്ച് ബാക്കി എന്താന്ന് എനിക്കറിയാം. എന്തോ പോലെ ഉണ്ടോ, ഒന്ന് വലിക്കാൻ വാ. ചേട്ടാ, ഒരു സിഗരറ്റ്, ഒരു ലൈറ്റർ. എടാ, ഒന്ന് വേഗം വേടാ, കോളേജിലെത്താൻ ലേറ്റ് ആവും. സമയം ഒരുപാടായി. നമ്മൾ എന്താ എഴുതിയാൽ നമുക്കറിയാലോ, പിന്നെ എന്തിനാ കോളേജിലോട്ട് പോണ? എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം സംഗതി കൈവിട്ട് പോയാ എന്നെ നേരെ കൊണ്ടുപോയി കൗണ്ടറിൽ കൊണ്ടുപോയി ഇരുത്തും എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്നെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടിയരിയും. ഇടാ, ഈ സൊസൈറ്റി ഒക്കെ വളരെ മോശമാണ്. അതേടാ. പെണ്ണുങ്ങള് ലിക്കർ പോകാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? കൊള്ളാല്ലേ, അടിപൊളിയായിട്ടുണ്ട്. എടാ അളിയാ, ഇതാ അവിടെ നോക്കിക്കേ. ഇത് വെച്ച് അവരൊന്ന് സെറ്റ് ആക്കിട്ട് വരാം. എടാ മോനെ, സിഗരറ്റിനൊക്കെ ഒരുപാട് വിലയാടാ. ഇനി പോടാ. ഇട്ട് ഞാൻ എങ്ങനെ ഉരുട്ടെന്ന് കണ്ടോ? എക്സ്ക്യൂസ് മീ. ലൈറ്റർ, എന്ത്? ലൈറ്റർ പ്ലീസ്. യാ. എടാ മോനെ, ചെമ്മിയത് മതി. വാ, നമുക്ക് സ്ഥലം ഇടകട്ടാ. ഗതികേട് കാണുന്നതിനും പകരം പോയി റിസൾട്ട് കാണുന്നത് തന്നെയാ മിച്ചം.
വൺ മോർ. ഇടയ്ക്കൊക്കെ ഒന്ന് കോളേജിലോട്ട് വരണോടാ അളിയാ. എന്താടാ സിസറേ ഈ ഭാഗത്ത് എന്താ കട്ട് ചെയ്യാൻ വന്നതാണോ? കോളേജിലേക്കൊക്കെ ആലോചിച്ചിരിക്കുന്നു. ഓർമ്മ വരാൻ അത്ര ഇവിടെ എന്താ ഉള്ളത്? കംപ്ലീറ്റ് പോയി കിടക്കുന്ന ഒരു മൈതാനം. മനുഷ്യരിവിടെ വരുന്നത് തന്നെ ഇതുപോലെ എന്തൊരു കളർ കാണാനാ. സഹോദരൻ മാറിയില്ലേ? എന്താ സാറേ എന്തൊക്കെയാ പറയുന്നേ? കോളേജിലോട്ട് പിള്ളേർ എന്തിനാ വരുന്നത്? പഠിക്കാൻ തന്നെയല്ലേ, അല്ലാണ്ട് സമയം കളയാൻ പറ്റില്ലല്ലോ. എഴുതി എക്സാം പാസ്സായോ ഫെയിൽ ആയോ അറിയാനായിട്ട് വന്നാ സാറേ. നിന്നെയൊക്കെ തൊഴേണ്ട മുതലാടാ. ആ ശരി ശരി നടക്കട്ടെ. എന്താ പറ്റിയ ഒന്നിനും സെറ്റപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ ചുമ്മാ നടക്കുന്ന. എടാ മാറടാ, ഒന്ന് മാറിക്കടാ. ഇപ്പോഴൊക്കെ ലെക്ചേഴ്സും റിസൾട്ട് നോക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ടല്ലേ. ഇവനിത് എന്ത് പറ്റി? ഇവനെന്താ ലോറി പോലെ റിവേഴ്സി വരുന്ന? നീ ആയിരുന്ന പിന്നെയും പോയാ ഓട്ടോളിയോ? എടാ സിസറേ, നമ്മൾ രണ്ടുപേരും പാസ്സായടാ. മനസ്സിലായില്ല. എടാ നമ്മൾ രണ്ടുപേരും പാസ്സായെന്ന്. എടാ ഈ കാര്യം എന്റെ അച്ഛനോട് പോയി ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലടാ. എടാ ഓരോ പേജിലും ബാഹുബലിയുടെ കഥ എഴുതിയ പാസ്സാവുന്ന നേരത്തെ അറിഞ്ഞില്ലല്ലോടാ. ഓ അതവര് നേരത്തെ റിലീസ് ചെയ്ത് പറ്റിച്ചതാടാ. ഓ ഷീറ്റ്. എടാളിയാ ഈ മൊമെന്റ് ഒന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാടാ. അതിന് ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. നമ്മുടെ ടീമുകൾക്കൊക്കെ കൂടി ഒരു പാർട്ടി കൊടുത്തേക്കാം. Come on. എടാ പാർട്ടി കുറച്ച് ചെലവ് കുറച്ച് ചെയ്താൽ മതി കേട്ടാ. എടാ അങ്ങോട്ട് അത്രയ്ക്ക് ചീപ്പ് ആവല്ലടാ. ഒരു 500. ഹലോ ചാറ്റീസ് ആൻഡ് ബഡീസ്. ഹലോ ലുസേഴ്സ്. ചെറിയ കുറ്റി ബീഡീസ്. അങ്ങനെ നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് പാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പാർട്ടി തരാൻ ഞങ്ങൾ വിചാരിച്ചിരിക്കുക. താങ്ക് യു. എന്ന് വെച്ച് ഓവറായിട്ടൊന്നും ചിന്തിക്കണ്ട. ഒരാൾക്ക് ഒരു 8 പഫ് വെച്ച് എഗ് വായിക്കാത്തോട്ട് ടപ്പയെന്ന് ഇടുക, പഫ് റഫ് ആയിട്ട് വലിച്ചെടുക്കുക. അപ്പൊ എല്ലാവരും കേട്ടോളൂ, ക്യാൻറ്റീനിലേക്ക് വന്നോളൂ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. വാ, 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 വാ. എല്ലാം വാ, Come on, എന്താ come on. നോക്കിയിരിക്കുന്നെ? വാ, 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 വേഗം, വേഗം, വേഗം. പഫ് തീർന്നു കളയും. പോ, 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 പോ. എടാ പോ, പെട്ടെന്ന് പോ, പഫ് തീരും. ഇതെന്താടാ പയ്യന്മാര് മാത്രം പോകുന്നു, പെണ്ണുങ്ങളൊന്നും ഇല്ലടാ. ചീപ്പ് എഗ് പഫ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് പറ്റിയ വേറെ ഒരെണ്ണം ഉണ്ട്. You decide, you decide. ഇത് നോക്കിയേ, കോഴിമുട്ടയിലെ മഞ്ഞ പോലെ അടിപൊളിയായിട്ടില്ലേ? ചേട്ടാ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ആൾക്കാർ കുറച്ച് കൂടുന്നു. കുറച്ച് ഡിസ്കൗണ്ട് അതൊക്കെ അവസാനം നോക്കണം. താങ്ക്സ് ചേട്ടാ. ആഹാ ഇവിടെ എന്താടാ പരിപാടി? നീ പാസ്സായതിനെ വലിയ കാര്യം എന്ന് കരുതിയിരിക്കുമ്പോ ഇപ്പൊ പാർട്ടി കൊടുക്കുക. നീ ഒരു ചായക്കടക്കാരനല്ലേ? എന്താ പറഞ്ഞേ? ചായക്കടക്കാരനല്ലേന്ന്. ആ എന്താടാ ഇങ്ങനെ ചവിട്ടിയെ? നീ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ചായക്കടക്കാരെന്ന് പറഞ്ഞോണ്ടല്ലോ ഉള്ളിനെ ഇങ്ങനെ എരിഞ്ഞു വരികടാ. ഞാൻ ശരിക്കും വരാൻ ഇപ്പൊ കാണിച്ചോ. ഇരിയടാ, നമ്മളെന്താ സിനിമ ഹീറോസ് ആണോടാ? ഞാനും ടയർഡായടാ. ചായക്കടക്കാരെന്ന് വിളിച്ചാ എന്തിനാ ദേഷ്യം വരുന്നത്? ഇനി 1-2 മണിക്കൂർ പടം പോവാണ്ടടാ. അപ്പൊ അതൊക്കെ പറയാം. എടാ ഈ സിസർ പിന്നെയും കുളമാക്കി. നമുക്ക് തുടങ്ങാം. അല്ല എന്തിനാ ബ്രദർ ഈ ഫ്രസ്ട്രേഷൻ? എന്താ പറ്റിയേ? US വിസ റിജക്റ്റ് ആയി ബ്രോ. ഒരു പ്രാവശ്യം US വിസ റിജക്റ്റ് ആവുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ കഴിഞ്ഞ 6 വർഷമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരൊറ്റ അത്ഭുതം പോലും നടന്നിട്ടില്ല. നീ ഇപ്പൊ US ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു ബ്രോ? ഇവിടെ തന്നെയാണെങ്കിൽ രാജാവിനെ പോലെ ജീവിച്ചൂടെ? ആണോ ക്വാർട്ടർ? ക്വാർട്ടർ എന്തിനാ ഹാഫ് എടുക്കായിരുന്നില്ലേ? ഉപ്പുകടലല്ലേ, അതും എടുത്തോ.
ഇവിടെ ഇപ്പോൾ ഒരു IT ജോബിൽ കയറിയ ഒരു വർഷം 5 ലക്ഷം രൂപ ശമ്പളം. ഉം. അതേ ജോലിക്ക് ഞാൻ US പോയാലോ, ഒരു വർഷത്തെ ശമ്പളം 1 കോടിയാ. 1 കോടിയോ? 1 crore ബ്രോ. ബ്രദർ, നാളെ മുതൽ നിന്റെ പ്ലാൻ എന്താണ്? ഓ എന്ത് പ്ലാൻ ബ്രോ, വീണ്ടും വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കണം, അത്ര തന്നെ. എപ്പോ വരണം, എവിടെ വരണമാ? കാരണം ഞാനും നിന്റെ കൂടെ US വരാൻ തീരുമാനിച്ചു. അതെന്ത് പറ്റി? ഇവിടെ എന്തോ രാജാവാണെന്ന് പറഞ്ഞിട്ട്? എവിടുത്തെ രാജാവ്? അതൊക്കെ ഈ കോഴിയുടെ കാര്യം പറയുന്നതിന് മുൻപ് പറഞ്ഞല്ലേ? ആഹാ. ആ കാര്യം കേട്ടതിന് ശേഷം ഇവിടെ കാര്യം ഇരിക്കാനാ ബ്രോ. അവിടെ പോയാൽ നന്നായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അളിയ ഈ സ്ഥലം തന്നെ അടിപൊളിയാടാ. എടാ US പോയിട്ട് പിന്നെ അടിച്ചു പൊളിക്കാം. എടാ നേരത്തെ തന്നെ അമേരിക്കയിൽ എത്തിയ പോലെ തോന്നുന്നു. ഇവിടെ ഒന്നുമല്ല, നീ അകത്തോട്ടോ, ഞാൻ കാണിച്ചു തരാം. എടാ നിനക്കല്ല, അവർക്ക്. ഞാൻ എന്റെ കഴിവിനെ കുറിച്ചാടാ പറഞ്ഞേ. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? സർ. നീ തന്നെ പറയടാ. ഓക്കെ. Actually, he's my friend Raja, sir, from Old City. His father, very famous and very serious too. ആഹാ. Actually, he recently passed away. പാസ്ഡ് അവയോ? അതന്നെ. After passed away, we decided going to America. ഈ ദുരന്തങ്ങളൊക്കെ മലയാളത്തിൽ പറഞ്ഞുകൂടായിരുന്നോ? ഇംഗ്ലീഷ് പ്രോബ്ലം. Sir, I don't speak Malayalam. എടാ നീ സ്പീക്ക്. സാർ, അമേരിക്കയിലേക്ക് 2 ടിക്കറ്റ് വേണം, ഞങ്ങൾക്ക് ഉടനെ പോകണം. അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ 14 തരത്തിലുള്ള വിസ ഉണ്ട്. അതെന്താ സാറേ? ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അമേരിക്കയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ GRE, TOEFL പോലത്തെ എക്സാംസ് എഴുതണം. സാർ, നിങ്ങൾ ഞങ്ങളെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. 4 വർഷത്തെ ഡിഗ്രി 6 വർഷം കൊണ്ട് തീർക്കാൻ എത്ര കഷ്ടപ്പെട്ടവനാണെന്നറിയോ നിങ്ങൾക്ക്? എന്നിട്ടും ഞങ്ങൾ തീർത്തു. why 1 crore പാക്കേജ്. ഈ poor in English, sir. Actually, he passed away engineering, sir. She confused and saying degree, sir. I also passed away, sir. Yeah, that's right. ദേ, Yes. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നിങ്ങളൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വാ. ആ ചേട്ടാ നമസ്കാരം. നമ്മൾ സുഖമല്ലേ? പറഞ്ഞ് മനസ്സിലാക്കാൻ ആള് കുറെ കഷ്ടപ്പെട്ടില്ലടാ. ഹലോ. ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു കൊടുത്ത പിന്നെ എങ്ങനെ ഇവിടെ വരാതിരിക്കാൻ പറ്റുക? ഇത് നോക്ക്, ഇതാണ് ഇതുപോലത്തെ സംസാരം കുറയ്ക്കണമെന്നാ ഞാൻ പറയുന്നത്. ശരിടാ, എന്തായാലും വന്നതല്ലേ, വന്ന് കൗണ്ടറിൽ കയറി. നീയൊന്നും ചെയ്യൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ രാമയ്യ ചെയ്തോളൂ. ഇരിക്കാം. അങ്ങളെ എങ്ങോട്ടാ ഇനി പോകുന്ന? വന്ന കാര്യം കഴിഞ്ഞു. സിസ്റ്റർ, മണ്ടന്മാരുടെ കൂടെ നടന്നാൽ നമ്മളും അറിയാതെ മണ്ടന്മാരായി പോടെ ചേർക്കാ. പോലെ എന്നാണല്ലോ പറയുന്നത്. ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. ഇതെന്താണ് എപ്പോ നോക്കിയത് നിന്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്? വഴക്ക് പറഞ്ഞല്ലടാ, മണ്ടന്മാരോടൊപ്പം നടക്കാതെ മണ്ട. അങ്ങനെ ഒരു മണ്ടല്ലേ? ശരി വാ, അകത്തേക്ക് പോ. അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തോണ്ട് നമ്മളെ കണ്ട എന്റെ അച്ഛൻ പോലെ എന്നെ ഇത്ര നാണം കെടുത്തിട്ടില്ല. ഓ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ. ചേട്ടാ ചേഞ്ച്. ചില്ലറയില്ല, വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കും. ചേട്ടാ ചേഞ്ച്. അയ്യോ സോറി, കസ്റ്റമർ ആയിരുന്നു, ഞാൻ പിച്ചക്കാരനാന്ന് കരുതി. എടാ എന്താടാ കസ്റ്റമർ. ചേഞ്ച്. ശരി, നീ മൂടും കളഞ്ഞു. ചേഞ്ചില്ലെങ്കിൽ നീ എന്താ ചത്തുവോ? ഒന്ന് പടാ. കസ്റ്റമർ അവൻ്റെ ഒരു കഷ്ടവും. പടാ അവിടുന്ന്. വൈകിട്ട് നീ പടത്തിന് വരുമല്ലോ അല്ലേ? എനിക്ക് പോട്ടറിയിൽ കുറച്ച് വർക്ക് ഉണ്ട്, നമുക്ക് നാളെ പോവാം. ഓക്കേ. പോട്ടറി ഇവിടെ ഇരുന്നോട്ടോ. അവളിങ്ങോട്ട് വരുന്നത് വാപ്പോ.
എടാ ഓണർ പോലെ ബിഹേവ് ചെയ്യേ. ആ ബില്ല് എത്രയായി? ഹലോ ഹായ്. നിങ്ങളുടെ ബില്ല് 48 രൂപയായി. കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് തരാത്തോണ്ട് 50 രൂപ. പിന്നെ റൗണ്ട് ടോട്ടൽ 100. നിങ്ങൾ ആരാ? രംഗനാഥ് സാർ എവിടെ? പാസ്ഡ് അവേ. വി ആർ ഫ്യൂച്ചർ NRIs. സോറി, ഇവൻ പറഞ്ഞത് കാര്യമാക്കണ്ട. നിങ്ങളുടെ ബില്ല് 48 രൂപ. ആ, ഇതുകൊണ്ടാണ് ഞാൻ ആരുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാത്തത്. താങ്ക്സ് ഉണ്ട് ട്ടാ. ഞാനൊന്നും ചെയ്തില്ല. എന്ത് പറ്റിയടാ? നിന്റെ അച്ഛന്റെ ഫേവറേറ്റ് ആയ കപ്പ് പൊട്ടിപ്പോയടാ. പൊട്ടിപ്പോയടാ? സാറാ പറയാതാ പൊട്ടിയ. എല്ലാം തീർന്നു. അച്ഛൻ എന്നെ കൊല്ലും. അച്ഛനെ കൊല്ലും. ശ്ശെ, മിണ്ടരുത്. ഓവർ ആക്കൊന്നും വേണ്ട. എല്ലാ കപ്പും കാണാൻ ഒരുപോലെ തന്നെയാണല്ലോ. നിങ്ങൾക്കത് പറഞ്ഞോ മനസ്സിലാവില്ല. എന്റെ അച്ഛന്റെ ഫേവറേറ്റ് കപ്പ് അത്. അച്ഛൻ എന്തുമാത്രം സെന്റിമെന്റ്സ് എന്നറിയോ? ആ ഇടത് ഭാഗത്തുനിന്ന് 4ാമത്തെ കപ്പ്. എന്നാ പൊട്ടിയത് വലുതെന്ന് 4ാമത്തെയാ. രണ്ടും കൂടെ ഇങ്ങനെ കൺഫ്യൂസ് ആവണ്ട. മുകളിൽ ഇരുന്നതാ പൊട്ടിയത്. അതങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോ വലതു ഭാഗത്ത് വയ്ക്കും, ചിലപ്പോ ഇടതു ഭാഗത്ത് വയ്ക്കും. എന്തായാലും അതാണ് ഫേവറേറ്റ് കപ്പ്. നിങ്ങളത് പൊട്ടിച്ചില്ലേ? ഓക്കെ ഓക്കെ, സോറി. നാളെ വന്ന് ഒന്ന് എന്നെ കണ്ടാ മതി. നിങ്ങളുടെ കപ്പ് റെഡിയാക്കി തരാം. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കേക്കിന്റെ ഒരു കഷ്ണം പോലും തന്നില്ലല്ലോ. ഇവിടെ കാർഡൊന്നും എടുക്കാറില്ല, ഓൺലി ക്യാഷ്. എന്റെ വിസിറ്റിംഗ് കാർഡാ. ഈ അഡ്രസ്സിലേക്ക് വന്നാ മതി. നിങ്ങളുടെ കപ്പ് ഞാൻ തന്നേക്കാം. ഇത് നിങ്ങളുടെ നമ്പർ ആണോ? നാളെ ഏതൊരു സമയത്ത് ഞങ്ങൾ വരും. ഇവൾക്ക് റെഡ് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇതിനെ പറ്റി അവരെന്താ പറഞ്ഞേ? ഓക്കെ ആയിരിക്കില്ലേ? ഹായ്, നിങ്ങളുടെ കപ്പ് റെഡിയാ. ഞാൻ ഇപ്പൊ എടുത്തോണ്ടുവരാം. അയ്യോ, ഞങ്ങൾ കപ്പിന് വന്നതല്ല. ഹ? എന്റെ ഫ്രണ്ടിനോട് ഒരു ഡീൽ ഉറപ്പിച്ചിട്ട് വന്നതാ. എന്താ ഡീൽ? ഇതാണ് എന്റെ ഫ്രണ്ട്. മണ്ണിന്റെ മകനാ. മണ്ണിൽ തന്നെ ജനിച്ച് മണ്ണിൽ തന്നെ വളർന്നവനാ. ആ മണ്ണിനെ അങ്ങനെ ചുമ്മാ വിടല്ലേ. അത് വെച്ച് എന്തെങ്കിലും മാജിക് പഠിക്കുന്നു പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. അയ്യോ സോറി കേട്ടോ, ഒരു ബാച്ചില് 10 സീറ്റിൽ കൂടുതൽ പറ്റില്ല. ഇപ്പൊ എന്റെ കഴിവ് നീ കണ്ടോ? ഇവന് ജാമ്പോന്റെ പ്രായമുണ്ട്. പിന്നെ എന്തിനാണ് സീറ്റ്? ഒരു സ്റ്റൂള് കൊടുത്താൽ മതി. പിന്നെ കളിമണ്ണ് വേണമെങ്കിൽ ഇവൻ തന്നെ എടുത്തോണ്ട് വരുന്നേ. അത് കളിമണ്ണല്ല, ക്ലേ. അത് നമ്മുടെ കക്ഷിക്ക് ഇംഗ്ലീഷ് അത്ര പിടിയില്ലാത്തോണ്ട് പറഞ്ഞ അതാണ്. അതെന്തെങ്കിലോട്ടെ. എന്റെ ഫ്രണ്ടിനെ ഇവിടെ ചേർത്തതിന് വളരെ വളരെ നന്ദിയുണ്ട്. അതിന് ഞാൻ കൺഫേം ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഒരാളെ ചേർക്കാൻ ബുദ്ധിമുട്ടാ. അയ്യോ പ്ലീസ് അങ്ങനൊന്നും പറയില്ല. ഇത് നോക്കി, ഇവന്റെ മുഖം ആകെ ഡള്ളായിണ്ടോ? ഇവിടെ ചേരാൻ പറ്റിയെങ്കിൽ ചത്തുകളൂ. എന്താ എക്സ്പ്രഷൻ കാണിക്കണ്ടെന്ന് പോലും അറിയില്ലല്ലോ. നീ തന്നെ എന്തെങ്കിലും പറയണം. അതെ അതെ, മണ്ണിനെയൊക്കെ കുഴച്ച് നശിപ്പിച്ച് മതി. മതി, നിർത്തിക്ക്. അടുത്ത ആഴ്ച പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വന്ന് ജോയിൻ ചെയ്തോ. താങ്ക് യു. ഞാൻ മാത്രം ജോയിൻ ചെയ്താ പിന്നെ നീ എന്ത് ചെയ്യൂടാ? എടാ, സ്റ്റൂളിന്റെ ഒരു സൈഡ് നീ, ഈ സൈഡ് ഞാൻ. രണ്ടുപേരും ഒരുമിച്ച് പഠിക്കാത്തല്ലേ തീരുമാനിച്ചത്? ഒന്നും അറിയത്തോലെ ചോദിച്ചാ? ശരിയാവില്ല. 2 സീറ്റൊന്നും പറ്റില്ല. ബൈ. Priya and Mohan, what a beautiful couple you are. താങ്ക്സ്, ബട്ട് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി തരാൻ പറ്റില്ല. അത് ഞങ്ങളുടെ മുത്തശ്ശന്റെ വകയായിട്ടുള്ള സ്വത്താ. എന്റെ മുത്തശ്ശൻ റൗഡി, അച്ഛൻ ഡോൺ, ഇപ്പോഴും എനിക്ക് സംസാരിക്കുന്നവരുണ്ടല്ലേ. ഐ എം സോറി ഫോർ ബീങ് റൂഡ്. എന്റെ അടുത്ത് ഇതൊന്നും അങ്ങനെ വർക്കൗട്ട് ആവില്ല. നിങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും ശരി, ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരുന്ന കാര്യമേ ഇമ്പോസിബിളാ. നിങ്ങള് സോഫ്റ്റ്വെയർ അല്ലേ? യാ. നിങ്ങളുടെ ജോലി പെട്ടെന്ന് പോയാലോ? ജോലി എന്തിനാ പോകുന്നേ? മോഹൻ, ഇറ്റ്സ് റെസിഷൻ. വേണമെങ്കിൽ ഒന്ന് മെയിൽ നോക്കിയേ. യാ, ഇറ്റ്സ് ബ്ലഡി റെസിഷൻ ഔട്ട് ദേർ. അതുകൊണ്ട് ഈ മുതുമുത്തശ്ശന്റെ വീരഗാഥ പറയുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുന്നതായിരിക്കും നല്ലത്. ജോലി പോയാലെന്താ? ഞങ്ങൾക്ക് വേണ്ടത്ര സ്വത്തുണ്ടല്ലോ. അല്ല പ്രഭു സാർ, നമ്മുടെ പ്രിയയുടെ നെറ്റിയിൽ പൊട്ടില്ലാതെ കാണുമ്പോൾ ബോറായിരിക്കും അല്ലേ? മനസ്സിലായോ മോഹൻ? മര്യാദയ്ക്ക് ഡോക്യുമെന്റ്സിൽ ഒപ്പിടുന്നതാണ് നിനക്ക് നല്ലത്. നിന്റെ ജീവനെങ്കിലും ബാക്കിയുണ്ടാകും. മൈ ടീം വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. ജസ്റ്റ് സൈൻ ദ ഡോക്യുമെന്റ് ആൻഡ് ലീവ്. പ്രഭു സാറേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മോനെ, അവരുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറുന്നത് തെറ്റല്ലേ? ഞാനെവിടെ അതിക്രമിച്ച് കയറി?
അവരുടെ പാരമ്പര്യത്തിന് ഇങ്ങനെ പൊക്കി പിടിക്കാതെ അവരുടെ കഴിവുകളെ വിശ്വസിക്കാൻ പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ദിസ് ഈസ് ജസ്റ്റ് എ ഡീൽ. അളിയ എല്ലാം സംസാരിച്ച് സെറ്റാക്കിണ്ട. അപ്പൊ അടുത്ത ആഴ്ച മുതൽ നമ്മളെല്ലാം സെറ്റാക്കി ഉറപ്പ്. എടാ തന്ന സീറ്റ് അല്ലാണ്ട് സിഗ്നൽ അല്ല. നോക്ക്, കൃത്യമായിട്ട് പലിശ തന്നോണം. ശരി. ചുമ്മാ തലയാട്ടിയാ പോരാ. സമയത്തിന് പലിശ കിട്ടിയില്ലെങ്കിലേ ഞാനൊരു മൃഗമായി മാറും. ശരി. കേട്ടോ. ചായക്ക് ചൂടുണ്ടോ? ഓഹോ, നമ്മുടെ കക്ഷി ആരെയോ കുരുക്കിയിട്ടുണ്ട്. അത് പിന്നെ നമുക്കറിയാലോ. എന്താങ്ങളെ വേട്ട തുടങ്ങിയോ? അല്ല, രാവിലെ അവൻ കരഞ്ഞോണ്ട് വീട്ടിൽ വന്നാടാ. വഴിയിൽ ഇറക്കി വിടാൻ പറഞ്ഞു. ഇതാ ഇവിടെ ഇറക്കി വിട്ടു. 20 റുപ്പീസ് സേവ്ഡ്. ഒരു ചായ വാങ്ങിച്ചു തന്നു. 15 റുപ്പീസ് സേവ്ഡ്. അങ്ങനെ മൊത്തം 35 രൂപ സേവ്. ഭയങ്കര സേവിംഗ് പോയി. പക്ഷെ ഇനിയിപ്പോ ചായ നമുക്ക് മേടിച്ചു. നിങ്ങളുടെ മുഖവും നിങ്ങൾ ചെയ്യുന്ന ജോലിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അതൊക്കെ നിങ്ങളുടെ കാര്യം. അത്ര തന്നെ. ഓ മതി മതി പൊക്കിയത്. രാമു, ഇവിടെ 3 ചായയും 2 ബിസ്ക്കറ്റും. ചായ തളച്ചോണ്ടിരിക്കും. ഒരു 5 മിനിറ്റ്. എടോ അങ്കിൾ ഒരു 4 സമൂസ കൊടുക്കേ. വീട്ടിൽ പോകുമ്പോ പാർസൽ ചെയ്ത് കഴിക്കാനല്ലേ? ഫ്രീ കഴിക്കല്ലേ? അപ്പൊ രാത്രിയിലത്തെ ഫുഡ് രക്ഷപ്പെട്ടു. ഹലോ, ഇരിക്കൂ. വരൂ, ഇങ്ങോട്ട് ഇരുന്നോളൂ. ഹലോ, ഇവിടെ കസ്റ്റമേഴ്സ് വെയിറ്റിംഗാ. ചായയാണോ ബിരിയാണിയാണോ ഉണ്ടാക്കുന്നത്? ഒന്ന് വേഗം കൊണ്ടുവരൂ. കണ്ടില്ലേ ചേട്ടാ? എന്ത് പറ്റി ഈ വഴിക്കൊക്കെ? നിങ്ങളുടെ അച്ഛന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും കപ്പ് മറന്നിട്ടാണല്ലോ പോയത്. കപ്പ്. എടാ മാറ്റിക്കൊ, നിന്റെ അച്ഛൻ വരുവാ. ഇത് ഏത് അച്ഛാ, അത് ഇന്നലെ വേൾഡ് കപ്പ്, ഇന്ത്യ T20 കപ്പ്. ഒന്നുമില്ല, സ്പെഷ്യൽ കപ്പ് ഇഷ്ടപ്പെട്ടൊന്ന് വാങ്ങിച്ചു. ഏത് ഈ കപ്പോ? നിങ്ങൾക്ക് ഈ കപ്പിനോട് എത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയാലോ. ഇതിനൊക്കെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. എന്നാലും കസ്റ്റമർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് ശരിയല്ല അച്ഛാ. എടാ, ഒരു നല്ല ചായ കുടിക്കാൻ വേണ്ടി എത്ര നേരം വേണേലും കാത്തിരിക്കുന്നത് തെറ്റില്ല അല്ലേ മോളെ? എക്സാക്ട്ലി. കസ്റ്റമേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. വേറെ വല്ല കടയിൽ പോയി ചായ കുടിക്കും. എടാ, ഞാൻ ഇട്ട ചായ കുടിച്ച ഒരാൾ വേറെ ഒരു കടയിലും പോയി ചായ കുടിക്കില്ല. ആ ചായ ഒക്കെ ഇവനെ കൊണ്ട് ഇടാൻ പറ്റും. എടാ മോനെ, രംഗനാഥനെ പോലെ ചായ ഇടണമെങ്കിലേ അവന്റെ അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റൂ. അല്ലാതെ മോനെ കൊണ്ട് എന്തായാലും സാധിക്കും. ഒരു സമയം ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ മോനായിരുന്നല്ലോ. അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. ചാലഞ്ച് അക്സെപ്റ്റഡ്. ഈ ചാലഞ്ചിൽ ഞാൻ തോറ്റാലേ എല്ലാ കപ്പും ഞാൻ കഴിക്കോളാം. എടാ രാമുവേ, ആ ടേബിൾ റെഡിയാക്കടാ. ശരി ചേട്ടാ. ഇവരെ കൊണ്ടൊന്നും നടക്കില്ല രാമു. ഇനി എന്റെ ക്ലാസ് നോക്കിയോ. കണ്ടല്ലോ അല്ലേ? കപ്പ് കഴുകല്ലേ? അതോ അവിടെ വെച്ചിട്ടുണ്ട്. Oh, I apologize for being late. Okay, sit. What's the update, Mitra? സർ, ഓൾഡ് സിറ്റിയിലെ സാറ് പറഞ്ഞതുപോലെ ഷോപ്പിംഗ് മാളിൽ കിട്ടാനുള്ള പ്ലാനൊക്കെ ചെയ്തിരുന്നല്ലോ സർ. അതിൽ ചെറിയൊരു ലാൻഡ് പ്രോബ്ലം വന്നിട്ടുണ്ട്. Oh, show me. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഷോപ്പിംഗ് മാൾ പണിയണമെങ്കിൽ അവിടെ സെന്ററിലുള്ള നവാബ് കൈഫോട് വാങ്ങിച്ചിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും സർ. മോനെ, ആ കഫേ എന്റെ ചിറ്റപ്പന്റെയാ. അത് ചുമ്മാ കുരുതി കൊടുക്കണോ? എന്നെ ചുമ്മാ വില്ലനാക്കല്ലേ കേട്ടോ. ഭയങ്കര വിഷമമുണ്ട്. കുരുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞ ഐ എം എ ബിസിനസ് മാൻ. ലെറ്റ് മീ ഡീൽ വിത്ത് ഇറ്റ്. ഓക്കെ? സോ നമ്മുടെ കയ്യിലുള്ള ഈ ക്ലേ ഉണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമുള്ള ഷേപ്പില് നമുക്ക് വേണ്ടതുപോലെ റെഡിയാക്കി വെക്കണം. ഹായ്. ഹായ്, കം.
സോ ഇത് നമ്മള് നമ്മുടെ ഇമാജിനേഷൻ കൂടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പ് അടിപൊളിയല്ലേ? അത് സ്റ്റേജ് 1 ന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തുവാടാ ഇത്? ഓയിലിട്ട് മസാജ് ചെയ്തോണ്ടിരുന്ന എന്നെ പിടിച്ച് ഈ മണ്ണ് ഒഴിക്കാൻ വിട്ടില്ലേ നീ? ഇതാണ് ഈ ചപ്പാത്തി മാവ് പോലെ ഉള്ളത്. നല്ല മെഴുക് പോലെ ഉണ്ടല്ലേ? എന്നാ മൊത്തം നിന്റെ ദേഹത്തോട്ട് വെക്കട്ടെ, മെഴുക് പ്രതിമയായി നിക്കി. മാഡം മാഡം ഈ സിസ്റ്റമിക് മാഡം പോടാ, നീ കുഴച്ചോടാ. അയ്യോ, ഞാനിപ്പോ വരുന്നത്. ഇതിപ്പോ എന്താ ബൗലാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? കൊള്ളാം. ശരി. ഹലോ, എക്സ്ക്യൂസ് മീ, ഒന്ന് ഓൺ ചെയ്ത് തരുമോ? യെസ്. അയ്യോ സോറി. സാരമില്ല, ഒരു പ്രാവശ്യം ഫെയിൽ ആയാലെന്താ, വേറൊരു ക്ലേ എടുത്തിട്ട് വീണ്ടും തുടങ്ങിയാ മതി. കീപ് ഇറ്റ് ദേർ. ഇറ്റ്സ് ഓക്കേ. വൺ മോർ ടൈം. ആ, അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നേ. കീപ് ഡൂയിങ് until you get the best. ഓക്കേ? അത്രേ ഉള്ളൂ. ഇത് പോട്ടറി പോലെയല്ല ഉള്ള, എന്തോ ലോട്ടറി അടിച്ച പോലെ ഉള്ള. നിക്കടാ, ഞാനും എന്തേലുമൊക്കെ വളച്ച് കാണിക്കാം നിനക്ക്. അടുത്ത് തന്നെ ഉണ്ടല്ലോ ഓർണം. എക്സ്ക്യൂസ് മീ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വാട്ട്സ് യുവർ നെയിം? സ്പൃഹ. സ്പ്രോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്സരസിനെ പോലും ഉണ്ടല്ലോ. കെയർഫുൾ. ഹോൾഡ് ഇറ്റ്. കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത്രയ്ക്ക് അമർത്തി പിടിച്ചാലേ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. കുറച്ച് സോഫ്റ്റ് ആയിട്ട്. ഓക്കെ? പെർഫെക്റ്റ്. യു ഗോട്ട് ഇറ്റ്. ദാറ്റ്സ് ഗുഡ്. നിങ്ങൾ ചെയ്തോണ്ടിരിക്കുക. I'll be back. Hey, very hey. nice. ഇതിന്റെ ആദ്യത്തെ ക്രിയേഷനാ. നിങ്ങളുടെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇത് നിങ്ങൾക്ക് തരണമെന്ന് തോന്നുന്നു. സോ സ്വീറ്റ്. താങ്ക് യു. നല്ല ഭംഗിയുണ്ട്. ഈ വാതിൽ കണ്ടായിരുന്നു? ഗുഡ്. ബൈ. ബൈ. അന്ന് മാത്രമല്ല, അതിന് ശേഷം അങ്ങനെ തന്നെയായിരുന്നു. ഈ ഡാൻസ് ചെയ്യുന്നൊന്ന് നിർത്താവോ? ഇത് വേറെ വല്ലവരും ചെയ്താൽ നന്നായിരിക്കും. നിനക്ക് ചേരുന്നില്ല. ഞാനും അതന്നെയാ കരുതിയേ. സഖി, നിന്നോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. എന്താ? ബൈ. എത്ര നല്ലവരല്ലേ? ശരി, കാര്യം എന്താന്ന് പറ. അത് എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കറിയുന്നില്ല. ശരി, ഇന്ന് പിന്നെ നാളെ പറ. വേണ്ട, അത്രയ്ക്ക് ലാഗൊന്നും എനിക്ക് പറ്റില്ല. ശരി, പറയാം. സഖി, ഐ ലവ് യു സഖി. എന്താ നിന്നേ? പിന്നെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ അല്ല, പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ? സഖി, നിനക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വാസമുണ്ടോ? എനിക്കും ഇല്ല. അതുകൊണ്ടാ 10 തവണ കണ്ടതിന് ശേഷം പറഞ്ഞേ. എത്ര തവണ കണ്ടാലും കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പ്രേമത്തിനെ കുറിച്ചൊന്നും ഒരു അഭിപ്രായവും ഇല്ല. അതിപ്പോ എനിക്കും ഇല്ല. പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം ഞാൻ എന്റെ അഭിപ്രായം മാറ്റിയില്ലേ? അങ്ങനെ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ നിനക്കും ഫീലിങ്സ് ഒക്കെ വരുള്ളൂ. സഖി സഖി സഖി, ചെറുപ്പം തൊട്ട് അനിയത്തി പ്രാവൊക്കെ കണ്ട് വളർന്നവനാണ് ഞാൻ. ഞാനിവിടെ കുഞ്ചാക്കോ ബോബനെ പോലെ ഇങ്ങനെ നിൽക്കുമ്പോ നീ യെല്ലോ ചുരിദാറൊക്കെ ഇട്ട് അതേ കൂടെ. ഇതിപ്പോ യെല്ലോ ചുരിദാറല്ല, ഗ്രീനാ. മാത്രമല്ല, നീ കുഞ്ചാക്കോ ബോബനും അല്ല. അതെനിക്ക് അറിയാം. കളർ അല്ലല്ലോ പ്രധാനം, കണ്ടന്റ് അല്ലേ. ഇപ്പൊ തന്നെ നീ ഗ്രീൻ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്റെ ലൈഫിൽ വന്ന് കേറില്ല. പിന്നെന്താ? കഴിഞ്ഞില്ലേ? വൈക്കാം, കുറച്ചുകൂടെ ഞാൻ പൊക്കിക്കൊണ്ടുപോകും. അതെ സഖി,
നാളെ 4 കിലോ കൂടി എക്സ്ട്രാ കളിമണ്ണ് എടുത്തോണ്ട് വരാം. ഗുഡ് ലക്ക്. ഹലോ, US ആണോ? ഇരിക്കടാ. ഗുഡ് ഈവനിങ് സാർ. എപ്പോഴാ പുറപ്പെടരുതെന്ന് പറഞ്ഞാൽ മതി. വേഗം പോയി സ്വെറ്റർ മേടിച്ചോണ്ട് വരാം. അവിടെ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. അതെ സാർ, ഒരുപാട് സമയമായ ഞങ്ങളെ ഇവിടെ ഇട്ട് അവർ കത്തിച്ചേക്കും. പിന്നെ പ്രേതമായിട്ട് അമേരിക്കയ്ക്ക് പോകേണ്ടി വരും. നിങ്ങൾ അമേരിക്കയിലേക്ക് വെച്ചാൽ എന്റെ ട്രൗസർ കയറില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം ഞാൻ വളരെ നന്നായിട്ട് ആലോചിച്ചു. നിങ്ങൾക്കുള്ള നോളജിന് നീ ഒന്നും ഒരിക്കലും അമേരിക്കയിൽ പോലെ ആടാ. അതന്നെ സാർ, ഞാനൊരു ഐഡിയ പറയട്ടെ. നിങ്ങളുടെ എക്സാംസ് വേറെ ഒരാളെ കൊണ്ട് എഴുതിച്ചാലോ? ഞങ്ങൾ മനസ്സിലായത്. പക്ഷെ അത് അത്ര എളുപ്പമല്ല, കുറച്ച് കാശ് ചെലവാവും. എത്രയാ? 200 രൂപയ്ക്ക് ഒരു വിഷയമാണോ? വളരെ ചീപ്പല്ലേ. അതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. നീ പോകുന്നത് അമ്പാട്ടുപാളയത്തിലേക്കല്ല, അമേരിക്കയ്ക്കാ. അതിന് കുറഞ്ഞ 2 ലക്ഷം ആവും. ഓരോരുത്തന്മാർ ഇറങ്ങി തിരിച്ചോളൂ. നാളെയാ ഇനി എന്ത് ചെയ്യൂടാ? എന്താടാ 2 ലക്ഷമൊക്കെ പറയുന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. ശരി, വാ പോവാം. എന്താടാ, എന്തേലും പറയാനുണ്ടോ? അത് അമ്മ ഞാൻ ഹാപ്പി ആയിരിക്കണം എന്നല്ലേ അമ്മ വിചാരിക്കുന്നത്? എന്താടാ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? മക്കൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നല്ലേ അമ്മമാർ ആഗ്രഹിക്കുക? അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് 2 ലക്ഷം രൂപ വേണം അമ്മ. 2 ലക്ഷോ? അത്രയും പൈസ എന്തിനാടാ? എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയ്ക്ക് പോയിട്ട് ഗംഭീരമായിട്ട് സെറ്റിലായി. ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയ അച്ഛൻ ജോലി നോക്കാൻ പറയും, അല്ലെങ്കിൽ കെഫിൽ പോയിരിക്കാൻ പറയും. എനിക്കത് രണ്ടും ശരിയാവില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഈ പൈസ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് കിട്ടിയാൽ എനിക്ക് US ചെന്ന് നന്നായി സെറ്റിൽ ആവാം അമ്മ. കുറെ പണം സമ്പാദിക്കാം. അമ്മ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞ് മെല്ലെ എന്തെങ്കിലും. അതൊന്നും ശരിയാവില്ലടാ, നീ തന്നെ ചോദിക്ക്. എന്താടാ ആലോചിക്കുന്നേ? ഒന്നുമില്ലടാ, രാജ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണത്രേ. അത് നല്ല കാര്യല്ലേ? എന്താടാ നീ ഇങ്ങനെ പറയാ? അവന്റെ നല്ല ജീവിതത്തിന് അവൻ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ വേണ്ടാത്തത് ചിന്തിക്കാതെ വേണ്ടത് ചെയ്യേ. ഭാവിയിൽ നിനക്കും വേണമെങ്കിൽ അമേരിക്ക പോയി സെറ്റിൽ ആവാലോ. അല്ലടാ സുബു, അവൻ ഈ സ്ഥാപനം നോക്കിയില്ലെങ്കിൽ സാരമില്ല. എപ്പോഴും ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടായാ മതി. ഒരച്ഛനെന്ന നിലയ്ക്ക് അതുപോലും ആഗ്രഹിക്കാൻ പാടില്ലേ? ആഹാ, എന്താടാ കുമാറേ, ഇനി വാ. എന്താടാ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? എന്താ ഈ വഴിയൊക്കെ? ഒന്നുമില്ല ചിറ്റപ്പ, ചിറ്റപ്പന് സുഖമല്ലേ? ആ, സുഖം തന്നെ. എന്താടാ, എന്താ കാറ്റ് ഈ ഭാഗത്തേക്ക് വീശിയേ? ഇവിടെ അടുത്ത് ചെറിയൊരു കാര്യമായിട്ട് വന്നതാ. ചിറ്റപ്പൻ കേഫ് കാണുമല്ലോ, ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. എടാ, നിന്റെ മകൻ അമേരിക്കയ്ക്ക് പോയാലും നിന്റെ ഈ കേഫ് കാണാൻ എന്തായാലും വന്നില്ല. സുബു, അല്ല ചിറ്റപ്പ, രാജയ്ക്ക് അമേരിക്കയിലേക്ക് പോകണമെന്നാണോ? അതേടാ, ഞാൻ തന്നെ ഇന്നാ അത് കേട്ടത്. പക്ഷെ അവന്റെ ടാലന്റ് വെച്ച് അങ്ങോട്ടുള്ള വിസയൊന്നും പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? കൊള്ളാവല്ലോടാ, നീ വലിയ ആളായല്ലേ. സാരമില്ല, അതൊന്നും ആവശ്യമില്ല. ശരി, ചായ വല്ലതും കുടിക്കുന്നോ? വേണ്ട വേണ്ട ചിറ്റപ്പ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പിന്നെ വരാം. അച്ഛൻ എന്തായാലും പൈസ തരുന്നു തോന്നില്ല. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞ അമ്മ മനസ്സിലാക്കുന്ന ഞാൻ കരുതിയ. വിട്ടേക്കടാ ആളിയാ, നീ എങ്കിലും നിന്റെ വീട്ടിൽ പോയി സംസാരിക്കെങ്കിലും ചെയ്തു. എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ പോയി എന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് വെച്ചോ, എന്റെ അച്ഛനെ എന്നെ പീസാക്കി വെട്ടിയനെ. അളിയാ, എനിക്കറിയാവുന്ന ഒരാളുണ്ടോ? അയാൾ ഉറപ്പായിട്ടും പൈസ തരും. പക്ഷെ ആള് കുറച്ച് പെശക, ഒടുക്കത്തെ പലിശയായിരിക്കും. എന്താടാ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇൻട്രസ്റ്റ് എത്രയാണെങ്കിലും കുഴപ്പമില്ല, റിസ്ക് എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല. എടാ, നമ്മള് പോവാൻ പോകുന്നത് അമേരിക്കക്കാടാ. അവിടെ എത്തിക്കിട്ടിയെന്ന് വെച്ചാൽ പൈസ ഒന്നൊരു വിഷയമല്ലടാ. അവൻ ചോദിക്കണ ഇൻട്രസ്റ്റ് ഡോളറാക്കി കൊടുക്കാടാ. കൊടുത്തേക്കാം. വിടരുതവനെ, വിടരുതവനെ. എടാ റൈറ്റ് റൈറ്റ്, എടാ റൈറ്റിലോട്ട് വേണം. എടാ റൈറ്റ് റൈറ്റ്, വിടരുതവനെ. എന്താടാ അയാള് ചെയ്യുന്ന പണിയും കളിക്കുന്ന ഗെയിം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോടാ? കാണാനൊരു ഫിനാൻസിന്റെ അടിക്കണം. ഇയാളുടെ പൈസ ഉണ്ടാവുന്നാണോ നീ പറയുന്നത്? ഇയാളെ രക്ഷയുള്ളൂ, നീ വാ.
ഇവരെന്ത് കാണിക്കുന്നേ? ഇവിടെ നോക്കി നിൽക്കുന്ന ചവിട്ടി വീഴ്ത്ത്. നിക്ക് ചേട്ടാ, ഇപ്പൊ ശരിയാക്കി തരാം. ചവിട്ടുള്ള ബോധം നീ ആയിരിക്കും മര്യാദക്ക് കളിക്ക്. ഇത് രക്ഷപ്പെട്ട് ഓടുന്നു നോക്ക്. പ്രത്യേകിച്ച് ബോർഡ് വല്ലതും വെക്കണം. അകത്തോട്ട് വരുമ്പോ സൈലന്റ് ആയിട്ട് വരാൻ പാടില്ലെന്ന് അറിയില്ല. എടാ ലക്ഷ്മൺ, ഇങ്ങനെ ചൂടാകാതെ പുലികൾ കറങ്ങുന്നിടത്ത് മാത്രമേ ബോർഡ് വെക്കൂ. ടൈഗർ സോൺ എന്ന് പറഞ്ഞ്. അത് പുലിയെ പിടിക്കാനാ? അല്ല, കാണുന്നവര് പേടിക്കാനാ. അതുപോലെ നമ്മളും വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പീക്കിരി പിള്ളേർക്ക് കാര്യം മനസ്സിലാകൂ. ഇയാള് പുലിയൊന്നല്ലേ പൂച്ചയാന്ന് പറഞ്ഞാലോ? മിണ്ടാതിരിയടാ. പറഞ്ഞത് മനസ്സിലായോ? നമസ്കാരം ഉണ്ട് ശങ്കരേട്ടാ. നമസ്കാരം ഏട്ടാ. ചേട്ടാ ഇവിടെ ഇരിക്കാവോ? ആ ഇരിക്കി കുറച്ച് ഓവറാ. എടാ പാണ്ടി, കളിയൊക്കെ നിർത്ത്. ഇവന്മാര് വന്ന് എന്റെ ഗെയിം നശിപ്പിച്ചു കളഞ്ഞല്ലോ. ശങ്കരേട്ടൻ വലിയ മനസ്സുള്ള വലിയ മനുഷ്യനാ. എന്താ മക്കളെ, എന്താ കാര്യം? എന്താ ഈ വഴിക്ക്? അത് പിന്നെ ചേട്ടാ, ഇവന് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അയ്യോ, ഇന്ന് രാവിലെ ഒരു പിച്ചക്കാരൻ വന്ന് ഉള്ള പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് പോയേ ഉള്ളൂ. ഇപ്പൊ കയ്യിലൊന്നുമില്ല. ബിസിനസ് ഒക്കെ വളരെ ടൈറ്റാ മക്കളെ. ഇയാള് വേസ്റ്റ് ആയിരിക്കും, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഇതാ 5 ലക്ഷം സേട്ട് കൊടുത്താഴ്ച. നിന്റെ ടൈമിംഗ് കൊണ്ട് അടുപ്പിലിട മക്കളെ. നിങ്ങൾക്ക് എത്രയാ വേണ്ടത്? അത് പിന്നെ 5 മുഴുവനും വേണമെന്ന് പറയല്ലേ? ഒരു 2. അത് കൊള്ളാലോ മോനെ. എന്നാ വെച്ചോ, എടുത്തോടാ. പലിശയുടെ കാര്യമൊക്കെ അറിയാലോ അല്ലേ? അറിയാട്ടാ. എന്നാ വിട്ടോ. 1, 2, 3, 4 റിലാക്സ്. സാർ, പണ്ടാരടങ്ങിയ പലിശയും കൊടുത്താ മേടിച്ചോണ്ട് വന്നേക്കുന്നത് സാർ. കളിക്കില്ലേ? പലിശക്ക് എടുത്തോണ്ട് വന്നതല്ലേ, കണക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. താങ്ക് യു സാർ. എന്നാ ഉടനെ തന്നെ നിങ്ങൾ രണ്ടുപേരും നേപ്പാളിയുടെ കടയിൽ പോയി സ്വെറ്റർ മേടിച്ചു വെച്ചോ. രണ്ടുപേർക്ക് ഒരുമിച്ച് വായിക്കാം. അമേരിക്കയിലേക്ക് പോയതുപോലെ തന്നെ. സാർ, എന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ റിക്വസ്റ്റ്. എന്താ മോനെ? അത് പിന്നെ പറയേ. അല്ല സാറേ, എനിക്ക് ഫ്രണ്ട് സീറ്റ് ഒന്ന് മേടിച്ചു തരും. എന്താ? അല്ല, അവിടെ എത്തുമ്പോഴേക്കും ഒരു ഹെയർ ഹോസ്റ്റസ് സെറ്റ് ആക്കാലോ. പിന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് വന്നാലും ഇന്ത്യയിൽ നിന്ന് അമേരിക്കക്ക് പോയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ സാറേ. കുറുമ്പൻ, നിനക്ക് ഫ്രണ്ട് സീറ്റ് വേണോ അല്ലേ? അത് റെഡിയാക്കാം. നിങ്ങൾ റെഡിയാവണം കേട്ടോ. ഓക്കെ സാർ. ഇടയ്ക്ക് വിളിച്ചോളാം സാർ. ആയിക്കോട്ടെ. ഡ്രൈവർ, വണ്ടി എടുത്തിക്കേ. രാജ. ആ ചേട്ടാ. ഏയ്, നീ എന്താടാ ഇവിടെ? അതൊക്കെ പിന്നെ പറയാം. ഈ വീലത്തെ എങ്ങോട്ടാ? അത് ഞാൻ ആ സിസ്റ്ററിന്റെ കടയിൽ അങ്ങനെ പോയിട്ട്. എന്നാ കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി. ശരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിയടാ. വണ്ടിയിൽ അടുക്കാമെന്ന് കരുതിട്ടാ. ഈ കാറിലിരുന്ന് പോകുമ്പോ ഏതോ ഫ്ലൈറ്റിൽ കയറിയ പോലെ ഉണ്ട്. അടിപൊളിയാട്ടോ കാറ്. കാറ് തന്നെയല്ലടാ, നിന്റെയാണെന്ന് വെച്ചോ. അതെ, നീ സ്നേഹത്തോടെ ഈ കാർ എനിക്ക് സമ്മാനിച്ചാൽ ഇതിൽ പെട്രോൾ ഒഴിക്കാൻ എനിക്ക് പറ്റില്ല. ശരി, അതൊക്കെ പോട്ടെ. നമുക്ക് എവിടെയെങ്കിലും കയറി എന്തെങ്കിലും കഴിച്ചാലോ? എന്നാലേ ഷാദാപ്പി പോയി ബിരിയാണി കഴിച്ചാലോ? എന്തായാലും നീ അവിടുന്ന് കഴിച്ച് കുറെ കാലമായി കാണും. ഷാദാബോ? എടാ, ടെൻഷൻ ഒന്നും ആവണ്ട, മുകളിൽ AC റൂമൊക്കെ ഉണ്ട്. നമ്മുടെ റിസോർട്ടിൽ പോകാം. അമ്പോ, അടിപൊളിയായിട്ടുണ്ടടാ. അല്ലേ പിന്നെ, നീ പണിതാവുമ്പോ പിന്നെ നിസ്സാരായിരിക്കോ? റെസ്റ്റോറന്റ് അവിടെ.
രാജ ആ പാസ്ത ട്രൈ നോക്ക്. ഓക്കെ ഓക്കെ ട്രൈ ചെയ്യാം. എന്താ സൂട്ട് കേസ് ആയിട്ട് നാട്ടിലേക്ക് പോവാണോ? ഹേയ് അങ്ങനെയൊന്നുമില്ല. അല്ല എന്താ ഇത്? മോനെ ആ പ്രോജക്റ്റില് വെങ്കടേഷിന് പകരം അജിത്തിന് ഫേവറായിട്ട് സംസാരിച്ചതിന് 7 കോടി ഷെയർ അയച്ചിട്ടുണ്ട്. അതെന്താ 7 കോടി? 12 കോടിയല്ലേ? 7 കോടി ഇപ്പൊ അയച്ചു എന്നേ ഉള്ളൂ അത്രേ. ബാക്കി അടുത്ത ഡീലിൽ ശരിയാക്കാന്നാ പുള്ളി പറയുന്നത്. അവനെന്റെ അളിയനോ അമ്മാവനൊന്നും അല്ലല്ലോ അടുത്ത ഡീല് വെച്ച് നോക്കാൻ. ഈ പൈസ അങ്ങോട്ട് തിരിച്ചയച്ചിട്ട് ഡീല് ക്യാൻസൽ ചെയ്യാന്ന് പറ. എന്നാ ഞാൻ പറഞ്ഞിട്ട് വരാം. ചേട്ടാ ചേട്ടാ എടാ ഇത് 7 രൂപയല്ല 7 കോടിയാടാ. നമ്മളെ തേടി വന്ന പൈസ നമ്മൾ തിരിച്ചയക്കാൻ പാടില്ല. അതും ഇത്രയും പൈസ. 7 കോടിടാ, ആലോചിക്കടാ. എടാ രാജ, പൈസയുടെ പുറകെ നമ്മൾ പോകാൻ പാടില്ല. അത് നമ്മുടെ പുറകെ വരിക വേണ്ടത്. യു നോ ദ മാജിക് ഓഫ് മണി. നമ്മൾ ഈ പൈസയിൽ നിന്ന് എത്രത്തോളം അകലം പാലിക്കുന്നുവോ അത്രത്തോളം അത് നമ്മുടെ അടുത്തേക്ക് വരും. ആക്ച്വലി ഇതൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അറിഞ്ഞ തന്നെ. അതൊക്കെ വിട്. നീ ഇപ്പൊ അമേരിക്കയിൽ പോയാൽ ഇതിൽ കൂടുതൽ സമ്പാദിക്കില്ലേ? എനിക്കുള്ള ചെറിയ ബുദ്ധിക്ക് എന്റെ അച്ഛൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രത്തോളം എത്തിയത്. അപ്പൊ നിന്റെ മാസ്റ്റർ ബ്രെയിന് നിന്റെ അച്ഛൻ സപ്പോർട്ട് ചെയ്താലോ? എന്നെക്കാളും എത്രയോ ഉയരത്തിലെത്തും. നീ മാത്രം എന്നെ വിശ്വസിക്കുന്നുള്ളടാ. മോനെ 12 കോടി ശരിയെന്ന് പറഞ്ഞു. ബാലൻസ് ഇപ്പൊ തന്നെ അയക്കാന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ രാജ. എന്നാലും എങ്ങനെടാ? പൈസ നമ്മുടെ അടുത്തേക്ക് വരണം. പോകെ പോകെ നീ എല്ലാം മനസ്സിലാക്കും. പിടിച്ചു നിർത്തിയാ മതി. എന്തിന്? സമ്പാദിക്കണം എന്നുള്ള ഈ ആഗ്രഹത്തിന്. ഇത്രയും നാളും നീ ഡേ ലൈഫ് അല്ലേ കണ്ടു കാണും. ഇനി നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് കാണും. രാജ, ഹൗസ് യുവർ ഡേ? എടാ അടിപൊളിന്ന് വെച്ചാ അടിപൊളിടാ. ഫോറിൻ സാധനമല്ലേ, അതുകൊണ്ടാ 4 റൗണ്ട് എക്സ്ട്രാ അടിച്ചത്. അത്രേ ഉള്ളൂ. പക്ഷേ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്നു പറയാം. നിന്റെ ലൈഫ് അടിപൊളിയാടാ. എടാ വേണമെങ്കിൽ 2 കുപ്പിയും കൂടെ എടുത്തോണ്ട് പോയിക്കോ. വേറെ വേണ്ട വേണ്ട. ഞാൻ ഉടനെ തന്നെ അമേരിക്കയിലേക്ക് പോയി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് നീ ഇപ്പൊ ജീവിക്കുന്ന സ്റ്റൈൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ജീവിച്ച് കാണിക്കാം. നോക്കിയോ? അതേപോലെ വേണമെങ്കിൽ ഇന്ത്യയിലും ജീവിക്കാൻ പറ്റും. അതിനുള്ള പണം ആര് തരാനാടാ? നിനക്ക് തരാൻ പറ്റുമോ? ചുമ്മാ വായി തോന്നിയ പറഞ്ഞു. പണം, that cave is gold mine, രാജ. 15 രൂപയുടെ ചായയും 10 രൂപയുടെ സമൂസയും ഇതൊരു ഗോൾഡ് മൈൻ ആണ്. അത്ര ഒന്ന് പോടാ. 15 രൂപയുടെ ചായയോ? 1200 സ്ക്വയർ യാർഡ്സ് in the middle of a city. Do you know how much that's worth? നീ പറയുന്നതൊക്കെ ശരിയാണ്, കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ എങ്ങനെയാടാ സമ്മതിപ്പിക്കുന്നത്? അച്ഛൻ സമ്മതിക്കില്ലടാ. വേസ്റ്റ്, ഒരു കാര്യമില്ല. രാജ, you are smart enough to deal this. Smart enough. $1,200 square yards in the middle of a city. എന്താ രാജ ഈ സമയത്ത് ഇവിടെ?
ഒന്നുമില്ല, നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി. പറ. ഇന്നലെ ദിവസം മുഴുവൻ കുമാരേട്ടന്റെ കൂടെയായിരുന്നു. അയ്യോ, എന്തൊരു ലൈഫാന്നറിയോ. നമുക്ക് എന്താണോ വേണ്ടത് അതപ്പ കൺമുന്നിൽ വന്ന് നിക്ക. പിന്നെ അവന്റെ കാറ്, അത് റോട്ടിൽ കൂടെ പോകുമ്പോഴും ഫ്ലൈറ്റിൽ പോകുന്നതിന്റെ ഫീലിംഗാ. എന്ത് രസാന്നറിയോ. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് പണത്തിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി സഖി. അമേസിംഗ്. എന്താ രാജ ഇത് ഇങ്ങനെ സില്ലിയായല്ലോ? സില്ലായിട്ട് പറഞ്ഞല്ല, സീരിയസ് ആയിട്ടാ പറഞ്ഞത്. കുറെ പൈസ ഉണ്ടാക്കണം, അത് ഉടനെ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഇഷ്ടം പോലെ സമ്പാദിക്കാം, എന്തെങ്കിലും ജോലിക്ക് പോവാം, വല്ല ബിസിനസ് ചെയ്യാം. നീയും ഇങ്ങനെ അച്ഛനെ പോലെ തന്നെ സംസാരിച്ചാലോ? ജോലി ബിസിനസ് ഒക്കെ പറഞ്ഞ് ഞാൻ എന്താ പറയുന്നത്, നീ എന്താ പറയുന്നത്? അല്ല രാജ, നമ്മളിപ്പോ ഹാപ്പി ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നേ? പ്ലീസ്, ഇനി നീ വീണ്ടും തുടങ്ങല്ലേ. ആക്ച്വലി ഞാൻ ഹാപ്പി അല്ല സഖി. ഈ മിഡിൽ ക്ലാസ് ലൈഫിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അതല്ല രാജ, ഞാൻ പറഞ്ഞു വന്നത്. മതി മതി സഖി, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് എന്നെ കൊണ്ട് കഴിയില്ലെന്ന് ചിന്തിക്കുന്നില്ലേ, അതാണ് തെറ്റ്. അത് തന്നെയാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. രാജ, ഞാൻ സഖി, അങ്ങനെയല്ല. നമുക്കിതിനെ കുറിച്ച് ഇനി അധികം സംസാരിക്കണ്ട. നീ പൊയ്ക്കോ പൊയ്ക്കോ. അല്ല രാജ, അത് മതി, പൊയ്ക്കോ. സമയം കുറയായില്ല, പൊയ്ക്കോ. അച്ഛാ. എന്താടാ, എന്താ ഈ സമയത്ത് ഇവിടെ? പൈസ എന്തെങ്കിലും വേണോ? അത് ശരി, എന്നാ. അച്ഛാ, ഇത് മതിയാവില്ല അച്ഛാ. എന്നാടാ അച്ഛാ, ഇതും തികയില്ല അച്ഛാ. ഈ കാശും തികയില്ലെന്നോ? ഇതും തികയാത്ത രീതിയിൽ എന്തിനാടാ അത്രയും വലിയ തുക? ശരി, എത്രയാ വേണ്ടത്? അച്ഛാ, അത് കുറച്ചൊന്നുമല്ല അച്ഛാ. കുമാരേട്ടനെ പോലെ ജൂബിലി ഹിൽസിലൊരു വീട്, ഒരു ലക്ഷറി കാറ്, ഒരു 5 സ്റ്റാർ ലൈഫ്, ഇതൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. എന്താടാ ഇത്? 5 സ്റ്റാറിന്റെ ചോക്ലേറ്റ് ചോദിക്കുന്ന പോലെ വളരെ എളുപ്പത്തിലാണല്ലോ ചോദിക്കുന്നത്. അത് അച്ഛാ, അത് കുറച്ച് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വഴിയുണ്ട്. എടാ, ഞാൻ പറയുന്നത് കേക്ക്. എളുപ്പമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. അല്ല, അതിരിക്കട്ടെ, അത്ര ഈസി ആയിട്ട് പണം സമ്പാദിക്കാൻ എന്താ വഴി? അത് അച്ഛാ, നമ്മുടെ കേഫ് വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട്. 50 കോടി തരാന്നാ പറയുന്നത്. അത് ഉടനെ തന്നെ. 50 കോടി രൂപയോ? എടാ, അതിന് നമ്മുടെ കേഫ് വിൽക്കണമെന്ന് പറഞ്ഞാലോ? അതിന് ഇത് നമ്മുടെ സ്വത്തല്ലടാ. പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിന് കിട്ടിയ അന്തസ്സാടാ ഇത്. ആ പാരമ്പര്യം കൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ടായതച്ഛാ? എപ്പോഴാ നമ്മൾ സുഖമായിട്ടിരുന്നിട്ടുള്ളത് പറഞ്ഞ്? നോക്കുമോനെ, നമ്മളത്ര സുഖത്തിലില്ലാതെ ഇരുന്നിരിക്കാം. സന്തോഷമായിട്ടല്ലേ കഴിഞ്ഞിട്ടുള്ളത്. ഈ കേഫും കെട്ടിപ്പിടിച്ചോണ്ട് എനിക്ക് എങ്ങനെയാ സന്തോഷമായിട്ട് കഴിയാൻ പറ്റുക അച്ഛാ? അതിന് മാത്രം ഈ കേഫിൽ എന്താ ഉള്ളത്? കുറെ കാലമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വാച്ച്, പുരാതന കാലത്ത് ടേബിളും ചെയറും, ഇടിഞ്ഞു വീടാറായി നിൽക്കുന്ന ഈ ബിൽഡിംഗ്, ഇതാണോ? എടാ, ഈ കേഫിനൊരു ചരിത്രം ഉണ്ടോ? ചരിത്രോ? എന്ത് ചരിത്രം? എനിക്ക് വേണ്ടി ചെയ്യണ്ട അച്ഛാ. നിങ്ങൾ ആലോചിക്കേ, നമ്മൾ ഓരോ പ്രശ്നങ്ങളിലായിരുന്ന സമയത്ത് പോക്കറ്റിൽ തടവി നോക്കാതെ എപ്പോഴെങ്കിലും പൈസ എടുത്ത് ചെലവാക്കിയിട്ടുണ്ടോ? തന്നോളം പോകുന്ന മകൻ സക്സസ് ആയില്ലെങ്കിൽ അച്ഛന് വലിയ വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതേപോലെ പ്രായമായ തന്റെ അച്ഛൻ ദിവസവും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കാണുമ്പോ ആ മകന്റെ മനസ്സും വേദനിക്കും അച്ഛാ. അച്ഛാ, ഇത്രയും കാലം നിങ്ങൾ എനിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, ഈ കേഫിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ടത് മതിയാക്കച്ചാ. ഇനി നമുക്ക് 3 പേർക്കും സന്തോഷമായിട്ട് കഴിയണം, അത്ര തന്നെ. എടാ, നമുക്ക് സന്തോഷത്തിന് എന്താടാ ഒരു കുറവ്? അങ്ങനെ അച്ഛന് തോന്നുന്നതാ അച്ഛാ.
ജീവിതത്തിൽ എത്ര തവണ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് അച്ഛൻ അറിയാവോ? എടാ നിനക്കെന്ത് കുറവാണ് ഞാൻ ഉണ്ടാക്കിയത്? കുറവുണ്ടാക്കിയില്ലേ? നിങ്ങൾ ചെയ്തതൊക്കെ കുറവായിരുന്നു. എന്റെ മുത്തശ്ശൻ നിങ്ങൾക്കും വലിയച്ഛനും സ്വത്ത് തുല്യായിട്ടല്ല ഭാഗിച്ചത്. എന്നിട്ട് കുമാരേട്ടൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു? കുമാരേട്ടൻ എല്ലാവരും സക്സസ്ഫുൾ ആയ വ്യക്തിയും ബിസിനസ്മാനും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നെ പറ്റി എന്താ പറയുന്ന? ചായക്കടക്കാരെന്ന് വിളിക്കുന്നത്. നിങ്ങളെ ചായക്കടക്കാരെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ലായിരിക്കും. പക്ഷെ എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോ തല ഇങ്ങനെ തരിച്ചു കേറുക. ഈ കേഫ് വിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രത്തെയും അന്തസ്സിനെയും കുഴിച്ചു മൂടുന്നതിന് സമമാണാ. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ കേഫ് എന്റെ കയ്യിലേക്ക് തന്നെയല്ലേ വരുന്നത്. അന്ന് ഞാനത് ഉറപ്പായി വിറ്റിരിക്കും. ഈ കേഫിന്റെ പേര് ചരിത്രത്തിലുണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങളുടെ പേര് എന്തായാലും ചരിത്രത്തിൽ നിലനിൽക്കും. മകന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ പറ്റാത്ത, ഒന്നിനും പറ്റാത്ത അച്ഛനായുള്ള പേര്. പാർവതി, ഞാൻ നമ്മുടെ മോനോട് തെറ്റായ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? അതെന്താ ഇങ്ങനെ പറയുന്നേ? കൊച്ചു പയ്യനല്ലേ, അവൻ ചോദിച്ചു പോയി. അല്ല, അവൻ ആദ്യമായിട്ടാ ഒരു മുതിർന്ന വ്യക്തിയെ പോലെ സംസാരിച്ചത്. അവൻ പറയുന്നൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കണ്ട. നേരം വിളിക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. തെറ്റുപറ്റിപ്പോയിടി. ഞാൻ അവന്റെ ഭാഗത്തുകൂടി നിന്നൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇതൊക്കെ ശീലമായി പോയ കാര്യങ്ങളാ. വഴക്കിടും, അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അവൻ എന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കും. ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. വന്ന് കിടന്നേ. വാ, വീട്ടിലേക്ക് പോ. അങ്ങളെന്താ ഇവിടെ? നിങ്ങളാരെ വഴക്ക് പറഞ്ഞു? ആ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്ന്. ഇതാ പിടിച്ചോ, ചെല്ല്. എഴുന്നേക്കടാ. അങ്കിളെ മൊത്തത്തിലങ്ങ് മാറിപ്പോയല്ലോ. മാറിയൊന്നും അല്ലടാ, നീ അത് എന്നോട് വാ. അല്ല, നിങ്ങൾ മാറി, ഞങ്ങളെ ശരിക്കും മാറിപ്പോയി. എടാ അച്ഛൻ പോയടാ. എന്താ പറഞ്ഞ? എടാ നിന്റെ അച്ഛൻ മരിച്ചു. എന്ത്? എന്താ പറഞ്ഞ? നിന്റെ അച്ഛൻ നമ്മളെ വിട്ട് പോയടാ. വീട്ടിലേക്ക് പോ അമ്മ. എവിടേക്ക് വാടാ. എന്താ പറയുന്നു? അച്ഛൻ പോയടാ വരെ. അച്ഛൻ പോയടാ മോനെ.
കൊച്ചുനാൾ മുതൽ ഒരുപാട് തവണ ട്രൈ ചെയ്തതാ. ചായയിൽ മര്യാദയ്ക്ക് പാല് പോലും മിക്സ് ചെയ്യാൻ എനിക്ക് അറിയില്ല പ്രഭു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, ചിറ്റപ്പൻ മരിച്ചിട്ട് കാണാൻ പോലും പോയില്ലെന്നാവും അല്ലേ? ഒന്ന് പോണ്ടതായിരുന്നു മോനെ. നിങ്ങളും മരിക്കും, ഞാനും മരിക്കും. പക്ഷെ മരിക്കുമ്പോ ചിറ്റപ്പനെ പോലെ 5 പൈസ കയ്യിൽ ഇല്ലാതെ മരിക്കണോ, അതോ പൈസക്കാരനായിരുന്ന എന്റെ അച്ഛനെ പോലെ മരിക്കണോ? അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാ ഉള്ളത്. അത്ര ഇമോഷൻസിനൊക്കെ ഞാൻ ഒഴിവാക്കിയതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ എന്റെ ചിറ്റപ്പനെ പോലെ ആയനെ. ഇനിയിപ്പോ എന്തായാലും ചിറ്റപ്പൻ ഇല്ലല്ലോ. ആ കഫേയുടെ കാര്യം അങ്ങ് വിട്ടുകളഞ്ഞാലോ? ഈ സമയത്ത് എന്തിനാ കേഫിനെ പറ്റിയൊക്കെ പറയുന്നത് പ്രഭു? കഷ്ടം തോന്നില്ലേ? എല്ലാത്തിനും ഒരു സമയം കാലൊക്കെ ഉണ്ട്. ഈ സമയത്ത് എന്റെ അനിയൻ എന്റെ സപ്പോർട്ട് ആവശ്യമാണ്. ആഫ്റ്റർ ഓൾ വി ആർ വൺ ബിഗ് ഫാമിലി. ഞാൻ അവനൊരു സപ്പോർട്ടായിട്ട് നിൽക്കണോ? ഒന്ന് ചെന്ന് അന്വേഷിച്ചിട്ട് വരാം. ശരി മോനെ. ആദ്യം ആ ടൈം മാറ്റിക്കോ. ഷേർട്ടിന് സിങ്ക് ആവുന്നില്ല. നോൺ സിങ്ക് ഫെലോ. എന്താ രാമു, എന്താ കാര്യം? എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. 30 കൊല്ലം ആ കഫേലാ ഞാൻ ജീവിച്ചത്. ഈ കാലത്തിനിടയ്ക്ക് ഇത്ര ദിവസമൊന്നും ആ കഫേ അടച്ചിട്ടിട്ടുമില്ല. ഈ വിഷമമൊക്കെ മാറി പഴയതുപോലെ ആവണമെങ്കിൽ കുറച്ച് സമയമൊക്കെ വേണ്ടി വരും. പക്ഷെ ഇങ്ങനെ വിട്ടാല് കഫേയുടെ ഗതി എന്താവും? അതോർക്കുമ്പോഴേ പേടി തോന്നുന്നു. പറ്റുമെങ്കിൽ രാജയെങ്കിലും വന്ന്. അവനൊട്ടും ഇഷ്ടമല്ലാതെ അവനെ പിടിച്ച കേഫിലിരുത്തുന്നത് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാനും ചെയ്യാൻ പോകുന്നില്ല. നാളെ മുതല് ഞാൻ തന്നെ കേഫിലേക്ക് വരാം. ശരി ചേച്ചി. I'll be back in an hour. സോറി ചിറ്റമ്മേ. ചിറ്റപ്പൻ മരിച്ച സമയത്ത് ഞാനിവിടെ നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ടാ വരാൻ പറ്റാതിരുന്നത്. അതൊന്നും സാരമില്ല മോനെ, നീ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ശരി ചിറ്റമ്മേ.
ചിറ്റപ്പൻ പെട്ടെന്ന് പോയതുകൊണ്ട് നിന്റെ ജീവിതം തന്നെ കീഴ്മേൽ മറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഏട്ടനായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. പാർട്ടി റെഡിയായിട്ട് നിൽക്കുക. നീ ഒരു ഒപ്പിട്ടാൽ മാത്രം മതി. നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. ആലോചിച്ച് പറ. നീ ബുദ്ധിയുള്ളവനാ. ശരിയായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല അമ്മ, എന്താ ഇതൊക്കെ? നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യേണ്ട കടമകളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടാ പോയത്. ഈ വീട് എന്റെ പേരിലും കേഫ് നിന്റെ പേരിലും എന്നോ എഴുതി വെച്ചതാ. എന്തായാലും എന്തെങ്കിലും ഒരു ദിവസം ഈ കേഫ് എന്റെ പേരിലാവുമല്ലോ. അന്ന് ഉറപ്പായി ഞാനിത് വിറ്റിരിക്കും. ഇത് നിന്നോട് അദ്ദേഹം എപ്പോഴേ പറയേണ്ട കാര്യമോ, പക്ഷേ പറ്റിയ സാഹചര്യം കിട്ടിയില്ല. നീ ഇനിയിപ്പോ എന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതം. സോറി രാജ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആയി ഓക്കെ? എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല സഖി. മനസ്സിലാക്കി തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവസാനിച്ച പോലെ. ജീവനോടെ ഇരിക്കുമ്പോഴൊക്കെ ഞാനായിട്ട് എപ്പോഴും വഴക്കിടുന്ന അച്ഛനിപ്പോ ഇല്ലാന്ന് ഓർക്കുമ്പോ എനിക്ക് ആ ഒരു കാര്യം എങ്ങനെ വിശ്വസിക്കേണ്ടത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ എല്ലാവരും ഒരു ദിവസം ഉറപ്പായിട്ടും മാറേണ്ട സാഹചര്യം ഉണ്ടാവുമെന്നറിയാം. പക്ഷെ അങ്ങനെ ഒരു മാറ്റം വരുന്നതിന് നമുക്ക് വേണ്ടപ്പെട്ടവർ ഉപേക്ഷിക്കുന്ന വരുന്നതിന്. ഇത്രയൊക്കെ വലുതായതിനു ശേഷവും എന്നെ ദിവസവും ഊട്ടുമായിരുന്നു അച്ഛൻ. ആ അച്ഛനിപ്പോ പിണ്ടം വെക്കേണ്ട അവസ്ഥയായി എനിക്ക്. രാജ, ദിവസവും വഴക്കിടുമായിരുന്ന അച്ഛനെ ഒരിക്കലെങ്കിലും കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് എന്താ പറയാൻ പറ്റാത്തത്? ഈ പ്രശ്നം എന്റേത് മാത്രമല്ല സഖി. എന്നെ പോലെ അച്ഛനോട് അതിരില്ലാത്ത സ്നേഹം വച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ പ്രശ്നമാണ്. രാജ, പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. ശരിക്കും അച്ഛനോടുണ്ടായിരുന്ന സ്നേഹവും പേടിയും ഒക്കെ എപ്പോഴാണ് മനസ്സിലാവുന്നത്? ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി സഖി. എന്താ അത്? ലൈഫ് എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് തരും. എന്റെ സെക്കൻഡ് ചാൻസ് ഇതാണെന്നാ തോന്നുന്നത്. ഇത്തവണയെങ്കിലും അച്ഛനെ ഇഷ്ടപ്പെട്ടതുപോലെയെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചോ അതുപോലെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജീവിതത്തിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവോ? ഞാൻ ശരിയായിട്ട് തന്നെയാ ചോദിച്ചത്. ഇതുവരെ നീ മനുഷ്യരെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയമായിരുന്നു. പക്ഷെ ഇന്ന് നിന്റെ മനസ്സ് വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് നിനക്ക് എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമെന്ന്. ആ സ്നേഹത്തില് എനിക്കും കൂടി ഒരു പങ്ക് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. രാജ, ഐ ലവ് യു. സത്യമായിട്ടാണോ?
രാമചേട്ടാ കേഫിലേക്ക് പോകാൻ വരുന്നൊന്ന് വരാവോ? എന്താടാ മോനെ ഇങ്ങനെ നോക്കുന്നത്? ആ രാജ, ഹായ്. ഹായ്, എന്താ ഈ വഴിക്ക്? ചുമ്മാ ഇറങ്ങിയതാ. ഓ, ഒക്കെ പഠിച്ചെന്ന് തോന്നുന്നു. എനിക്ക് ചായ ഇടാനൊന്നും ഒട്ടും അറിയില്ല സഖി. ഒരു സമയത്തുണ്ടായിരുന്ന നവാബ് കഫെ ചായ പോലൊന്നും ആയിരിക്കില്ല. ഡോണ്ട് വറി, യുൽ ക്രാക്ക് ഇറ്റ് വെരി സൂൺ. നമസ്കാരം മോനെ. മോന് സുഖമാണോടാ? നമസ്കാരം മാഡം. ചേട്ടാ, ചേട്ടൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചു തന്നോളാം ചേട്ടാ. നീ വെറുതെ എന്തിനാണ് ഇപ്പൊ പൈസയുടെ കാര്യമൊക്കെ പറയുന്നത്? അതൊക്കെ വിട്. എന്തായാലും നിന്നെ കൊണ്ടത് തരാൻ പറ്റില്ല. മിടുക്കനായിട്ട് ഈ കേഫ് എനിക്ക് ഇങ്ങനെ തന്നിട്ട് ഈ പെങ്കുച്ചിന്റെ കൂടെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആകും മോനെ. നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നേ? ചേട്ടാ, അന്ന് ഞാനുണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ തന്നെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. ഇപ്പൊ അതിനെ പറ്റി ഒന്ന് സംസാരിക്കണം. നിങ്ങൾ വയ്ക്കും. നിന്റെ മൂഡ് സ്വിങ്ങിനനുസരിച്ച് സംസാരിക്കാതാരാ? നിന്റെ ഗേൾ ഫ്രണ്ട്? നീ ഒന്ന് മിണ്ടാതിരിക്കടാ, ഞാൻ സംസാരിക്കുന്നുണ്ടില്ലേ. അപ്പോഴേ അന്ന് നീ കണ്ട ശങ്കർ എന്ത് ചോദിച്ചാലും തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ നീ കാണുന്ന ശങ്കർ, അവൻ ചോദിക്കുന്നത് നീ തരണം. അഥവാ തന്നില്ലെങ്കിൽ പറയുന്നത് കേട്ട് പട്ടിയെ പോലെ മിണ്ടാതെ പോകുന്നു കരുതണ്ട. മൊത്തത്തിൽ ഇവിടെ കത്തിച്ചിട്ട് നിന്നെ അതിനിടെ ചാമ്പലാക്കും ഞാൻ. പറഞ്ഞത് മനസ്സിലായോടാ ചായക്കടക്കാരൻ തേണ്ടി? എടാ നീ പോടാ.
അച്ഛൻ തന്ന ഷർട്ടാ, ഇതിന്റെ കൊളറി കയറി പിടിക്കാവോ? അറിയാതെ തെറ്റുപറ്റിപ്പോയി. അപ്പൊ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല മോനെ. നിങ്ങളുടെ പൈസ ഉടനെ തന്നെ ഞാൻ അങ്ങെത്തിക്കാം. ചെല്. അച്ഛൻ നിങ്ങൾക്ക് ദിവസം തരാറുണ്ടായിരുന്നെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ. സാരമില്ല, നിക്കട്ടെ രാജ. ഈ കഫേ തന്നെ എത്ര ദിവസം പോകുന്നു പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്നേക്കാൾ കൂടുതൽ നിനക്കാ. വെച്ചോളൂ. രാജ, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ആ വഴക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതെന്താ നിനക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നേ? സഖി, അത് അച്ഛൻ വാങ്ങിച്ചെന്ന ഷർട്ടാ. അയാളെ കയറി എന്റെ കോളറി പിടിച്ചപ്പോ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ശരി, പോട്ടെ. ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ ഇങ്ങനെ ഇരിക്കുന്നേ? അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛൻ ആവശ്യപ്പെട്ട ഒരു കാര്യം പോലും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും ആ കേഫ് അദ്ദേഹം നടത്തിയിരുന്ന പോലെ തന്നെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല സഖി. രാജ, ഇതിനു മുമ്പ് നീ അങ്ങോട്ട് പോകുന്ന കാര്യത്തിലും ആ കൗണ്ടറിൽ ഇരിക്കുന്ന കാര്യത്തിലും ആലോചിച്ചിരുന്നു. പക്ഷെ ഇപ്പോ നീ അവിടെ തന്നെ ഇരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ആ കഫേ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഇട്ടിരുന്നത് പോലെ എന്നെ കൊണ്ട് ചായ ഇടാൻ പറ്റുന്നില്ല സഖി. നിന്റെ പിടിവാശിയേക്കാൾ വലുതൊന്നും അല്ല നിന്റെ പ്രശ്നം. അച്ഛൻ ഇങ്ങനെ ചായ ഇടുന്ന ചിന്തിക്ക്, രംഗനാഥൻ സാറെ പോലെ ചിന്തിക്ക്. അപ്പൊ ഉറപ്പായി നീ ജയിക്കും. കലിപ്പ കൂട്ടല്ലേ. 25 വർഷമായി ഞാൻ ഇവിടെ ഈ പണി തുടങ്ങിയിട്ട് ഒരുത്തനും ദേഹത്ത് തൊട്ടിട്ടില്ല. എന്നിട്ടിപ്പോ ആ ചായക്കടക്കാരൻ എന്റെ ദേഹത്ത് കൈവച്ചു. അവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ലക്ഷ്മണ. ചേട്ടൻ ഉണ്ടായിരിക്കും, ടെൻഷൻ ആവണ്ട. അവന്റെ അടി അല്ലെങ്കിൽ തന്നെ ഭീകരമാ. ആക്ച്വലി ആ സിസർ കാരണം എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത്. അവനെ പിടിച്ചൊന്ന് കൊടയാ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. എടാ വേണ്ടേ ചേട്ടാ, ആ സിസറിനെ പൊക്കടാ. ഇപ്പൊ പൊക്കിക്കൊണ്ടുവരാൻ ചേട്ടാ. അങ്ങോട്ട് നടക്കടാ. എന്തു പറ്റി ചേട്ടാ? ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാതെ പോലെ അഭിനയിക്കുക. ഒന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. ഇങ്ങോട്ട് ഓടാ പന്നി. എന്റെ കാശ് വാങ്ങി നക്കിയിട്ട് എന്നെ തല്ലുവല്ലേ? ആരാ ചേട്ടാ? ഒന്നും അറിയാത്ത പോലെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആരാ? ഈ നിമിഷം മുതലേ എന്റെ ദേഹത്ത് എവിടെ ചൊറിഞ്ഞാലും നീ ചൊറിഞ്ഞു തരണം. എനിക്ക് ദിവസവും കുളിപ്പിച്ചും തരണം. വേദനിക്കുമ്പോഴൊക്കെ മസാജും ചെയ്ത് തരണം. ദേഹം മുഴുവൻ എണ്ണയും തേച്ച് തരണം. പറ്റില്ല എന്നും പറഞ്ഞുള്ള സീൻ കാണിച്ചാലുണ്ടോ നിന്നെ ഞാൻ കഷണം കഷണമായി വെട്ടി അച്ചാറുണ്ടാക്കും. ശരി ചേട്ടാ. കാര്യം മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലാവുന്നോ ചേട്ടാ? അങ്കിള്. രാജ, അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്ത്? ഹലോ ഹലോ അങ്കിൾ, നീ വേഗം ഹോസ്പിറ്റലിലേക്ക് വാ. എന്തുപറ്റി രാജ? വാ രാജ, എന്താ കാര്യം? നിങ്ങൾ എവിടെ ഇരുന്നോ? രാജ, ഡോക്ടർ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞു വന്ന് രാജയോട് സംസാരിക്കട്ടെ. അപ്പൊ അവന് അങ്കിള്, അമ്മ. അമ്മയ്ക്ക് ഹാർട്ടിന്റെ പ്രശ്നമാണ് മോനെ. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ വേണ്ടി വരുമെന്നും പറയുന്നു. 10 ലക്ഷം? നീ അതിന് വിഷമിക്കണ്ട, നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം.
ടെൻഷൻ ആവണ്ട. അമ്മ ഇപ്പൊ എവിടെ? ICU-ലാ. ഹലോ സർ 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 എൻ്റെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലുള്ളത്. അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണമായിരുന്നു. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ സർ? സോറി രാജ, എന്റെ കാര്യം കുറച്ച് ടൈറ്റാണ്. ചേട്ടാ പറയ രാജ. അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് പൈസ അത്യാവശ്യമായിരുന്നു. അയ്യോ, എന്താ പറയുന്നത്? ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഏട്ടാ? ഇന്നലെ ഞാൻ പിള്ളേരുടെ സ്കൂൾ ഫീസ് ഒക്കെ അടച്ചത്. ഈ മാസം ഇനി ഭയങ്കര ടൈറ്റ് ആണ് മോനെ. ദയവേതൊന്നും വിചാരിക്കല്ലേ. പൈസ വല്ല അറേഞ്ച് ചെയ്തോ? നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ചേട്ടാ എന്താടാ, എന്തിനാ പിന്നെ വന്ന്? കലിപ്പ് തീർന്നില്ലേ? വീട്ടിലാണെങ്കിൽ ആരുമില്ല. എന്താണെങ്കിലും നമുക്ക് നാളെ പറയാം. ചേട്ടാ സോറി ഏട്ടാ, ഞാനാ തെറ്റ് ചെയ്തത്. എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന് ഒരുപാട് പൈസ വേണം. കേഫിൻ്റെ ഡോക്യുമെൻ്റ് കയ്യിലുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ കേഫ് കയ്യിൽ വെച്ചിട്ട് പൈസ തരും ഏട്ടാ. കാരണം നിങ്ങളല്ലാതെ വേറെ ആരും എനിക്ക് അറിയില്ല. പ്ലീസ് ഏട്ടാ ഒന്ന് സഹായിക്കട്ടെ. അതായിരുന്നു കാര്യം. ശരി, നീ ഇരിക്കേ. ചേട്ടാ കുറച്ച് അർജന്റാണ്, ഒന്ന് പ്ലീസ് വേഗം. ആ മനസ്സിലായി, നീ ഇരിക്കേ. പറ ശങ്കർ. നമസ്കാരമുണ്ട് കുമാർ സാറേ. അനിയൻ വന്നിട്ടുണ്ട്. നല്ല ടെൻഷനിലാണല്ലോ. കേഫിന്റെ ഡോക്യുമെന്റും ഉണ്ട്. ഗുഡ്. അവനെ അവിടെ തന്നെ എടുത്ത് ഞാൻ ഇപ്പൊ വരാം. ഹലോ 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 കുമാർ സാർ. മറ്റേ കാര്യം ആദ്യം പറഞ്ഞതിനേക്കാളും ഡബിൾ ആകുവേ. എന്തിനാ ഡബിള്? സംസാരിച്ച് സെറ്റിൽ ആക്കിയതിനോ? സംസാരിച്ചതിനൊന്നുമല്ല സാറേ, അവന്റെ ദേഹത്ത് ഞാൻ കൈവയ്ക്കാതിരുന്നതിന്. അതിനാ ഡബിളല്ല, 4 മടങ്ങ് തരാം. അവന്റെ മനസ്സ് മാറാതെ നോക്കണം. അത് പിന്നെ പറയണോ? ഒന്ന് വേഗം വാ സാറേ. ഹലോ, ദാ വരുന്നു. അങ്ങനെ ഒരു വിധത്തിലെല്ലാം സെറ്റാക്കി. ഇവനോടെ പോയി കാണുന്നില്ലല്ലോ. എന്റെ ശിവനെ, നല്ലൊരു ചാൻസ് മിസ്സായല്ലോ. ഓപ്പറേഷൻ സക്സസ്. താങ്ക് യു ഡോക്ടർ. രാജയല്ലേ? ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. ഓക്കെ? അങ്കിള്, പൈസ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. പൈസയൊക്കെ അറേഞ്ച് ചെയ്തത് ഞാനല്ല മോനെ. നീ ചെന്ന് ഡോക്ടറെ കാണ്. ചെല്ല്, ചെല്ലടാ. ഡോക്ടർ, പറഞ്ഞോളൂ. സമയത്ത് പൈസ അടയ്ക്കാതിരുന്നിട്ട് പോലും സർജറി നടത്തി എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. 2 ദിവസത്തിനകം എങ്ങനെയെങ്കിലും നിങ്ങളുടെ പൈസ തിരിച്ചു തരാം. അന്നൊരിക്കൽ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞ വാക്കുകളാ നീ ഇപ്പൊ എന്നോട് തിരിച്ചു പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ അറിയായിരുന്നു? നല്ല മനുഷ്യർ മരിച്ചു പോയാലും അവരുടെ നന്മകൾ ഒരിക്കലും മരിക്കാറില്ല. ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് വലിയ ആളാണെന്ന് നടിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹായം ചെയ്ത് കാര്യം തന്നെ മറന്നു പോകുന്ന മനുഷ്യർ വളരെ അപൂർവമായിരിക്കും. നിന്റെ അച്ഛനെ പോലെ. ഞാൻ MBBS പഠിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം നിന്റെ അച്ഛനല്ലായിരിക്കാം. പക്ഷെ ഞാൻ ഇന്നൊരു ഡോക്ടർ ആയതിന് കാരണം നിന്റെ അച്ഛനാണ്. കുറെ സമയമായിട്ട് എന്താ മോളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം വല്ലതും? സ്കോളർഷിപ്പ് ഉപയോഗിച്ചുള്ള 4 വർഷത്തെ പഠിത്തം കഴിഞ്ഞു.
ഇപ്പൊ പെട്ടെന്ന് അവരത് നിർത്താൻ പോവാ. എക്സാമിന് ഫീസ് അടച്ചിട്ടില്ല. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അത് ശരി, ഇതിനാണോ ഇത്രയൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ തരാം മോളെ. ഇന്നാ ഇത് വെച്ചോ. അയ്യോ, വാങ്ങിച്ചോ മോളെ. വളരെ നന്ദിയെങ്കിൽ 2 ദിവസത്തിനകം എങ്ങനെയെങ്കിലും ഞാൻ ഈ കാശ് തിരിച്ചു തരാം. അതൊന്നും സാരമില്ല. ദേ നോക്കി, ഈ പൈസ നീ ഇനി എനിക്ക് തിരിച്ചു തരുമെന്നും വേണ്ട. ഭാവിയിൽ നീ ഒരു ഡോക്ടർ ആയതിനു ശേഷം ആർക്കെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് സൗജന്യമായിട്ട് ചികിത്സ ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും നീ എനിക്ക് ചെയ്യുന്ന പ്രത്യുപകാരം. ഇത്രയും കാലം അച്ഛനെ ശരിക്കും മനസ്സിലാക്കാതെ ജീവിക്കാൻ അറിയാത്ത ആളാന്ന് കരുതി. പക്ഷേ അദ്ദേഹം മരിച്ചിട്ടും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അമ്മയ്ക്ക് ഇതിനു മുമ്പ് ഇതുപോലുള്ള ഹാർട്ട് കണ്ടീഷനൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ല. അവരെന്തിനെപ്പറ്റിയോ വല്ലാതെ ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഈ സമയത്ത് അവർക്ക് കുറച്ച് മനസ്സമാധാനം വേണം. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിലൊക്കെ കൊണ്ടുപോകണം. ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. ഷീ മൈറ്റ് ഫീൽ ബെറ്റർ. ഈവനിങ് ജനറൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ. അമ്മ, ഇനി പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അത്ര. അമ്മ എന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അച്ഛനിപ്പോ നമ്മുടെ ഒപ്പം ഇല്ല. അദ്ദേഹം കൂടെ ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ മോനെ? പകരം നീ എന്റെ കൂടെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും വായിക്കട്ടെ? എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് വരാം. അമ്മ, ശരി അമ്മ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നിന്റെ അച്ഛനുണ്ടാക്കുന്ന ചായ പോലൊരു ചായ കുടിക്കാൻ തോന്നുന്നു. നിന്റെ അച്ഛനുണ്ടാക്കുന്ന ചായ പോലൊരു ചായ കുടിക്കാൻ തോന്നുന്നു. നെക്സ്റ്റ് 5 days ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ശരിയായിക്കോളൂ. ഓക്കെ, അടുത്ത തവണ വരുമ്പോ ഡോസ് കുറയ്ക്കാം കേട്ടോ. ശരി മാഡം.
രാജ രാമുവേട്ടാ, മോനെ, നമ്മൾ ചില ജോലികൾ ഇഷ്ടപ്പെട്ട് ചെയ്യും, ചില ജോലികൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്യും. പക്ഷെ എങ്ങനെയുള്ള ജോലിയാണെങ്കിലും അത് നമ്മൾ വിശ്വസിച്ച് ചെയ്താൽ, അതിനുവേണ്ടി നമ്മൾ കുറച്ച് ശ്രമിച്ചാൽ, അതൊരു ദിവസമോ ഒരു മാസമോ ഒരു കൊല്ലമോ എടുത്താലും ശരി, ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. കഷ്ടങ്ങൾക്ക് പരിഭ്രമം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വന്നെന്നിരിക്കും. എന്നാൽ വിജയം അങ്ങനെയല്ല, അതിന് നല്ല ക്ഷമയുണ്ട്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വരില്ല. ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ തന്നെ 5 മിനിറ്റ് വേണമെന്നിരിക്കെ, ഇത് ജീവിതമാണ്, അതിന് കുറച്ച് സമയമൊക്കെ വേണ്ടി വരില്ലേ? Come on, time is up. We can't listen to your stories anymore. If you don't get Nawab Cafe within a week, the deal will be cancelled. എന്താണ് സിസ്റ്റർ ഇതൊക്കെ? ഇവനെങ്ങനെയാണ് ഈ കൊച്ചിനെ സെറ്റ് ചെയ്തത്? നിങ്ങൾക്ക് എന്തിന്റെ കുറവായിട്ടാ? നിങ്ങൾക്ക് ഒരുപാട് കിട്ടുമെന്ന്. ഈ ജുബയും പിന്നെ ആ ടപ്പയും കളഞ്ഞാൽ മതി, എല്ലാം കിട്ടും. സത്യമായിട്ടാ? അങ്ങനെയാ? അപ്പൊ എന്ത് ഡ്രസ് ഉണ്ട്? എനിക്കറിയാവുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, അവിടെ പോയേട്ടാ. എന്നാ പോകാം. ഇതെന്തൊരു നോക്കേട്ടാ, നിങ്ങളുടെ റേഞ്ചിന് ഏറ്റ പോലെ. വെൽക്കം സർ, ഹൗ കെൻ ഐ ഹെൽപ് യു? ഇവളെന്തോന്ന് ഈ പറയുന്നത്? നമസ്കാരം പറഞ്ഞതാ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ സർ? ചേട്ടൻ കാണാമെന്നൊക്കെ പറയാ. നിങ്ങളാണ് ചേട്ടനെ നല്ല പോലത്തെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ആക്കി കൊടുക്കേണ്ടതല്ല. Please come this way. I'll show you. എടാ നീ തന്നെ സെറ്റ് ആക്കി തരണേ. This will look amazing on you. Why don't you try this? അപ്പൊ ഇതിന് പറ്റിയ പാന്റോ? I'll give you. This will go well with this. ഇത് ഇടാനുള്ള റൂം? That way, sir. ഒന്ന് ട്രൈ ചെയ്യാം. എനിക്കൊരു ചെറിയ പേവർ ചെയ്തു തരണം. എന്താ? ഇയാളുടെ പേര് റൗഡി ശങ്കറാണ്. ഇത് ഫസ്റ്റ് കോപ്പി ഷോപ്പാണ്. അയാളുടെ കയ്യിൽ പെട്ടുപോയാലോ? അതിനൊരു ചാൻസും ഇല്ല. അവന് കാപ്പിക്കും കോപ്പിക്കും ഒന്നും വ്യത്യാസം അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒരു 50% കമ്മീഷൻ തന്നേക്കാം മാഡം. Okay. സൂപ്പർ. Wow, this shirt is looking so good on you, sir. You're looking so handsome. താങ്ക് യു മോളെ. ഈ ഒരു സ്ഥലത്ത് കുറച്ച് ടൈറ്റ് പോലെ. That's called CrossFit, sir. It's trending in the market now. അതല്ലേ? എന്താണ് സിസ്റ്റർ ഈ പറയുന്നത്? നല്ല ഭംഗിയുണ്ട് ഏട്ടാ. Would you like to try some accessories, sir, to match your outfit? Why don't you try the shade, sir? It's imported. This hoodie? This is my favorite color. Oh, take it directly, sir. Everything looks good on you. Okay. Try this, sir. ഇയാൾക്ക് ഇതൊക്കെ മതി. ലക്ഷ്മണ പോയി ബില്ലടക്കടാ. ബില്ല് മൊത്തം എത്രയായി? 6 lakhs.
അതെ ചേട്ടാ, ബിൽ എമൗണ്ട് എത്രയാന്ന് കേട്ടോ? എടാ എത്ര ആയാലും എന്താ കൊടുക്ക്, ഒന്നും ആലോചിക്കണ്ട. നല്ല കോലമായി. ശരിയായില്ലേ? ആ ശരിയായി. എടാ ലക്ഷ്മണ, മൊബൈലിൽ 6 ലക്ഷം രൂപയുടെ പോയിരിക്കുന്നത്. ബില്ല് എത്രയെന്ന് അറിയോ? 6 ലക്ഷം രൂപ. ഓ പറഞ്ഞാ കേക്കണ്ടേ? 6 ലക്ഷം മാഡം, ബില്ല് 6 ലക്ഷമായി. This looks so good on you. Why don't you try this? This is my favorite color. എടാ ഒരു 2 ലക്ഷം രൂപ വന്നിട്ടുണ്ടല്ലോടാ. ഞാൻ അയച്ചതേട്ടാ. നിനക്ക് പെട്ടെന്ന് എവിടെ നട കാശ് കിട്ടി? കടം മേടിച്ചാ തിരിച്ചു തരണ്ടേ, അതാ ഞാൻ തിരിച്ചു തന്നത്. ഞാൻ നല്ല പയ്യനാ. കറക്റ്റ് ആണെന്ന് മാത്രം ഒന്ന് നോക്കിയാരേ ഏട്ടാ. ഞാൻ ഇറങ്ങട്ടെ. എവിടെയായിരുന്നടാ നീ ഇത്രയും ദിവസം? നിന്നെ എത്ര തവണ വിളിച്ചെന്നറിയോ? നീ എന്റെ കഥയൊക്കെ വിടാളിയാ. എന്തേലുമൊക്കെ തരിയുടെ പരിപാടി ചെയ്ത് ഞാൻ എസ്കേപ്പ് ആയി. ഇപ്പൊ എല്ലാം ഓക്കെ ആണല്ലോ. ഇപ്പൊ എല്ലാം ഒരുവിധം സെറ്റാടാ. അച്ഛനുണ്ടായിരുന്നപ്പോ എങ്ങനെയൊക്കെ കൊണ്ടു നടത്തിയോ അതുപോലെ നടത്തുന്നുണ്ടടാ. എന്താ ക്യാഫ് എന്നൊക്കെ പറയുന്നത്? അമേരിക്ക ഡോളറാ കോളറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കഫേ നടത്താൻ പോവെന്ന് പറയുന്നത്? എന്തൊക്കെയാ നീ ആലോചിച്ചോണ്ടിരുന്നല്ലേടാ? പൈസയ്ക്ക് അപ്പുറം ഒരു ലോകമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാനും എന്റെ നവാബ കേഫും അത് മതി, എനിക്ക് അത്ര മതിയടാ. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഷോ സർ. രാമചേട്ടാ അത് കൊടുത്തു. ഒരു മിനിറ്റ്, ആരാ ഈ രാജ? പുള്ളിയാണ് രാജ. ഞാനാണ് രാജ. നിങ്ങളാരാ? ഞങ്ങൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ കഫേ ഹൈജീൻ ആണോ അല്ലയോ എന്ന് നോക്കണം. ഞങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സാർ. നോക്കിക്കോളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ. വി ആർ ഫ്രം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. ഫുഡ് സേഫ്റ്റിയോ? ആന്റി എന്റെ കൂടെ വന്ന്. ഇതിൽ മായം കലർന്നിട്ടുണ്ട്. റീഡിംഗ് ഒന്ന് നോട്ട് ചെയ്തേ. എന്താ രാജ, എന്താ അവിടെ നടക്കുന്നേ? ആരും ടെൻഷൻ ആവണ്ട. ഇൻസ്പെക്ഷൻ അത്ര, ഇതൊക്കെ സാധാരണ. ആ റിപ്പോർട്ട് തന്നെ. നിങ്ങളുടെ കഫേ ഞങ്ങൾ സീസ് ചെയ്യാം. വാട്ട്? സീസോ? യെസ്. എന്തിന്? ഫുഡ് അൺഹൈജീനിക് ആണ്. വാട്ട്? സർ സർ, ഞങ്ങൾ ഹൈജീൻ ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളതാണ് സർ. പെട്ടെന്ന് കഫേ അടച്ചേ. അതെ, എല്ലാരും പെട്ടെന്ന് പുറത്തോട്ടിറങ്ങിക്കേ. സർ സർ നിൽക്കൂ സർ, ഒരു മിനിറ്റ് സർ. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് പറയൂ സർ. അൺഹൈജീൻ വന്നേ. സർ സർ, ഞങ്ങൾ നവാബ് കേഫിന്റെ കംപ്ലൈന്റ് കാര്യം. ഇപ്പൊ സമയമല്ല, പിന്നീട് വാ. സർ പോയേ സർ, നിങ്ങളുടെ ഫുഡ് ക്വാളിറ്റി ശരിയല്ല, പേപ്പേഴ്സും കറക്റ്റ് അല്ല. സർ പ്ലീസ് സർ, ഒന്ന് നോക്കൂ സർ. ഇനിയിപ്പോ എന്തായാലും കോർട്ടിൽ നോക്കിയോളൂ. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സർ പല തവണയായി വന്നു പോകുന്നു, ഒന്ന് നോക്കൂ സർ. എന്താ നോക്കണ്ടേ? നവാബ് കേഫിന്റെ മേലെ ആരോ റോങ് കംപ്ലൈന്റ് ചെയ്താണ് സർ. ശരി, അതൊക്കെ പിന്നെ നോക്കാം. നിങ്ങൾ പോ പ്ലീസ് സർ. സർ താൻ പോയിക്കോ. സർ ഇനി എത്ര തവണ കയറി ഇറങ്ങിയിട്ടും കാര്യമില്ല. ഈ കേഫ് നിന്നെ കൊണ്ട് തുറക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ചെയ്തത് നിന്റെ ചേട്ടനാ. നീ പോയി നിന്റെ ചേട്ടനോട് സംസാരിക്കേ. പുള്ളിക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല.
സർ യെസ് സർ. Just make sure everyone in the guest list are invited. In case Okay, if you sir. missed someone else, just let me know so I can make the calls last minute. You can Okay, leave sir. now. ആ രാജ ബാബാ ഇരിക്കി. ആ സോറിടാ, കേഫ് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് വന്ന് ക്ലോസ് ചെയ്തു അല്ലേ? കേൾക്കുമ്പോൾ വിഷമമുണ്ട്. ഇരിക്കി. ഡാ ചുമ്മാ എന്റെ മുമ്പിൽ ഈ അഭിനയം വേണ്ട. അപ്പൊ എല്ലാം അറിഞ്ഞോ? ഇപ്പോഴല്ല, എനിക്കതൊക്കെ എപ്പോഴേ അറിയാം. അച്ഛൻ ഉള്ളപ്പോ തന്നെ പണം കാണിച്ച് പ്രലോഭിച്ച് നീ ആ കടം വാങ്ങിക്കാൻ നോക്കിയതല്ലേ? അതിനുശേഷം ആ റൗഡി ശങ്കറിനെ അയച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കേഫ് വാങ്ങിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഫുഡ് ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ അയച്ച് ആ കേഫ് സ്ഥിരമായിട്ട് പൂട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഗുഡ്. കാണാനൊരു നിരപരാധി ലുക്കാണെന്നേ ഉള്ളൂ. നീ ആളൊരു കില്ലാടിയാ. നൈസ്. ഇനിയിപ്പോ എന്താ? കേഫ് എപ്പോഴും എഴുതിത്തരുന്ന? അത് നടക്കാത്ത കാര്യ. നടക്കണം, നടന്നേ തീരൂ. പേഴ്സണൽ ലൈഫിൽ ഫെയിലിയർ വന്നാലും ഇല്ലെങ്കിലും പ്രൊഫഷണൽ ലൈഫിൽ ഐ കാണ്ട് അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ? ഇത്രയും വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന നിനക്ക് മനുഷ്യരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ലെന്ന് കാണുമ്പോ ചിരിയാടാ വരുന്നത്. ഡാ, നീ ഇപ്പോ കൈക്കൂലി കൊടുത്തവർക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും കാലി വീണിട്ടോ ഭീഷണിപ്പെടുത്തിട്ടോ ഒക്കെ കേഫ് തുറക്കാനൊക്കെ എനിക്ക് പറ്റും. അതത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നിട്ടും നീ ഇത്രയൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ മിണ്ടാതെ തന്നെയാടാ ഇരിക്കുന്നത്. കാരണം ഞാനത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതാ. എത്ര വലിയ പ്രശ്നം വന്നാലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന വിദ്യ. എടാ, ഞാൻ വിചാരിച്ച ഇപ്പൊ പോലും എനിക്ക് ഇതിന് എന്ത് ചെയ്യാം. ശരിക്കും നിന്നെ തല്ലി കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക്. പക്ഷെ ഞാനതൊക്കെ മനസ്സിൽ തന്നെ വെക്കാം. കാരണം ഈ വിരോധം എന്നൊക്കെ പറയുന്നേ പുറത്തുള്ളവരോടെ ഉണ്ടാകാവൂ. നിന്നെ എപ്പോഴൊക്കെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് കണ്ടുപോയി. അത് നീ എന്ന് മനസ്സിലാക്കാന്ന് എനിക്കറിയില്ല. ഏത് മാറ്റത്തിനും ഒരു സമയം വരണം, എനിക്കുണ്ടായ പോലെ. ഇതുപോലുള്ള സമയത്തൊക്കെ എനിക്ക് ശരിക്കും ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. മോനെ, ആ സുബ്ബാറാവ് സാർ വന്നിട്ടുണ്ട്. വരൂ. വരുമെങ്കിൽ ഇരിക്കൂ. നിങ്ങൾ പോയിക്കോ. കുമാറേ, കഫേ പൂട്ടിയടാ. ദേ നോക്കി, ഞാൻ കുറച്ച് പ്രാക്ടിക്കലായ ആളാ. സമയം വേസ്റ്റ് ആക്കാതെ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് ആ കേഫ് വേണം. കേഫ് വേണമെന്നോ? എന്താടാ ഈ പറയുന്നേ? വലിയ നിഷ്കളങ്കനൊന്നും ആവാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൊള്ളാം, പണത്തിന്റെ വില നിങ്ങളെക്കാൾ നന്നായിട്ട് ആർക്കറിയാന്? എന്റെ ചിറ്റപ്പൻ എല്ലാ മാസവും ഇൻട്രസ്റ്റ് തന്നിരുന്ന കാര്യം എനിക്കറിയാം. എന്തെങ്കിലും പണയം വെക്കാതെ നിങ്ങൾ കാശ് കൊടുക്കില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ആ കേഫിന്റെ പേപ്പേഴ്സ് കൊണ്ടുവരുവാണെങ്കിൽ പലിശ ഉൾപ്പെടെ കിട്ടേണ്ട തുക മൊത്തം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സ്ഥലം വിടാം. നിന്റെ ചിറ്റപ്പൻ അങ്ങേരുടെ സ്വത്ത് എൻ്റെ അടുത്ത് പണയം വെച്ചിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സ്വത്തുക്കളാ എൻ്റെ അടുത്ത് പണയത്തിലിരിക്കുന്നത്. നിനക്ക് മനസ്സിലായില്ല അല്ലേ? നിന്റെ അച്ഛൻ വായി തോന്നിയ ബിസിനസ്സൊക്കെ ചെയ്ത് എല്ലാത്തിലും നഷ്ടം വന്ന ഒടുവിൽ പെരുവഴിയിലായി. അവസാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണം എന്നാ പറഞ്ഞത്.
അതിനു വേണ്ടി വന്ന മുതൽ മുടക്ക് നിന്റെ ചിറ്റപ്പൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാ കൊടുത്തേ. ഇപ്പൊ നീ എന്നോട് വില പേശിക്കൊണ്ടിരിക്കുക. ഇത്രയും കാലം ഈ കാര്യം എനിക്കോ രംഗനാഥനോ അല്ലാതെ വേറൊരാൾക്കും അറിയില്ലായിരുന്നു. എന്തിന് രാജയ്ക്ക് പോലും അറിയില്ല. എടാ, നിന്റെ ചിറ്റപ്പന്റെ ദൗർബല്യം മാത്രം നിനക്കൊക്കെ അറിയൂ. പക്ഷെ അവന്റെ നല്ല മനസ്സിന്, അവന്റെ സ്നേഹത്തിന് നമുക്ക് വില പറയാൻ പറ്റില്ലടാ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ സ്വത്തും സൗഭാഗ്യമൊക്കെ അവനെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അത് മണ്ടത്തരാ. അച്ഛനും മകനും ഒക്കെ സ്വത്തിനേക്കാളും വേറെ മനുഷ്യന്മാരാണ് പ്രധാനം. മനുഷ്യർ മാത്രമാണ് പ്രധാനം. അതാണ് അവരുടെ വിശ്വാസം, അതിലാണ് അവരുടെ ജീവിതം. രാജ, ഹോസ്പിറ്റലായിരുന്നപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല. അതിനെന്താ, ഇപ്പൊ വന്നല്ലോ. സോറി ചിറ്റമ്മ, ഞാനൊരു തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കണം. എന്താടാ ഒരു അന്യനെ പോലെ സംസാരിക്കുന്നേ? എനിക്ക് രാജ വേറെ, നീ വേറെ, അങ്ങനെയൊന്നും തന്നെയാ. നിന്റെ ചിറ്റപ്പനെ, ആ കേഫിനെ ഒരിക്കലും തന്റെ സ്വത്തായിട്ട് കണ്ടിട്ടില്ല. അത് നമ്മുടെ കുടുംബത്തിന്റെ ഒരടയാളമായിട്ടേ കണ്ടിട്ടുള്ളൂ. എടാ, സോറിടാ. എനിക്ക് നിന്റെ സോറി ഒന്നും കേൾക്കണ്ട. നീ എന്റെ ചേട്ടനാണെന്ന് സ്വയം കൺവിൻസ്ഡ് ആയല്ലോ, എനിക്ക് അത് മതി. ഇതാണ് എന്റെ ഡെസ്റ്റിനി. ഇതോടുകൂടി എന്റെ കഥ അവസാനിച്ചു എന്ന് കരുതണ്ട. ഇതോടൊപ്പം എന്റെ മാനിഫെസ്റ്റേഷനും വളരെ വളരെ സ്ട്രോങ് തന്നെയാണ്. Good evening, everyone. Let me introduce Mr. Cooper Stone, the CEO of Expresso Express. Finally, thank you for joining us in person. Thank you all. Thank you, GK, for that warm introduction. Now, I would like to direct your attention to the presentation, which is prepared with a couple of slides to show you the overview of our company and our journey. Our vision is simple. We don't just want to be another coffee company. And now, we're ready to bring our legacy to India, the land of flavors, traditions, and diversity. Now, tell me, what beverages truly capture India's essence? What a taste. What an aroma. What is this? This is Nawab chai, sir. It has a legacy of 400 years. And it's very famous in Hyderabad. Wow. A single family has preserved this recipe for generations. And you won't find this anywhere in this world. 4 centuries? A single family? That's remarkable. It's not just tea. It's heritage. If we serve only what we know, we'll be outsiders. But if we embrace India's own beverages alongside of our legacy, Nawab Chai represents that bridge. Together with Expresso Express, we can offer India something new. Global excellence served with local authenticity. So please talk to them.
I'll call you back. Hi, ma'am. I'm from Espresso Express. Are you the owner of this cafe? ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ എന്റെ മോനോട് വരാൻ All right, പറയാം. ma'am. രാജാ, അമ്മ. ഇവരെന്തോ ചോദിക്കുന്നു. Hi, Raja. Hello. I'm from Espresso Express to discuss a business deal with you. Oh, sir, please ഇരിക്കൂ sir. I'll Yeah, join you. sure. വാമ. I heard about your journey, Raja. It was marvelous. നിങ്ങളുടെ നവാബ് കേഫിന്റെ ചായ ഞങ്ങളുടെ എസ്പ്രസോ എക്സ്പ്രസിന്റെ മെയിൻ മെനുവിൽ ആഡ് ചെയ്യാൻ സാറിന് താല്പര്യമുണ്ട്. അത് ചോദിക്കാനാ വന്നത്. അയ്യോ താങ്ക്സ്, പക്ഷേ എനിക്ക് താല്പര്യമില്ല. അതെന്താ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. അത് എത്ര വലിയ അച്ചീവ്മെന്റ് ആണെങ്കിലും എനിക്ക് വേണ്ട സർ. ഞാനും ഒരു കാലത്ത് ഈ ചായയെ ഞങ്ങളുടെ മെനുവിലെ ഒരു ഐറ്റം മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ ചായ എനിക്ക് എൻ്റെ അച്ഛനെ പോലെ. അങ്ങനെ ഒരു ചായ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അയ്യോ, ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ഞങ്ങളിലൂടെ ഈ ചായയെ ലോകം മൊത്തം പരിചയപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളെ ഞങ്ങൾ ചെറുതായിട്ട് കണ്ടോന്നല്ല. അതെ, നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിന് സമ്മതിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഈ നാട്ടിൽ തന്നെ ഒതുങ്ങി പോകുമെന്ന് ഞാൻ പേടിച്ചതാ. പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ തന്നെ പേര് ഈ ലോകം മൊത്തം അറിയാൻ പോവാ. നീ ആഗ്രഹിച്ചതും അതൊക്കെ തന്നെയല്ലേടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡീലിന് സമ്മതമാണ്. പക്ഷേ ഒരു ചെറിയ കണ്ടീഷനുണ്ട് സർ. പറഞ്ഞോളൂ. ഞങ്ങളുടെ ചായ നവാബ് ചായ എന്ന പേര് തന്നെയായിരിക്കണം അറിയപ്പെടേണ്ടത്. ഷുവർ. അച്ഛാ, നിങ്ങളൊക്കെ പഴയ കാലത്ത് ജീവിക്കുന്ന ആളാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ നിസ്സാരമാണെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇന്ന് ഞാനൊരു കാര്യം പഠിച്ചു. സത്യസന്ധമായി പൂർണ്ണ മനസ്സോടെ അധ്വാനിച്ചാൽ ഏത് ജോലി വിജയിപ്പിക്കാമെന്ന് മനസ്സിലായി. അതുകൊണ്ട് മാത്രം അച്ഛൻ്റെ ചായയുടെ രുചി ഒരിക്കലും മാറാതിരുന്നത്. ഈ ലോകം എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് കാണിച്ചെന്നതിന് വളരെ നന്ദി അച്ഛാ. ഇന്ന് ഒരു ചായക്കടക്കാരനായതിൽ, ഒരു ചായക്കടക്കാരൻ്റെ മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു അച്ഛാ. അങ്ങനെ ആഗ്രഹിച്ചതൊക്കെ നേടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? അത് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഇപ്പൊ ആവശ്യത്തിലേറെ പൈസയൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛനില്ല. എന്നെ മുൻപ് ആരെങ്കിലൊക്കെ ചായക്കടക്കാരെന്ന് വിളിച്ചാൽ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുമായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ചായക്കടക്കാരെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യം നേടിയതുപോലെ തോന്നുന്നത്. I will always choose my destiny. നിങ്ങളുടെ അച്ഛനെ അമ്മയും മനസ്സിലാക്കാൻ നിങ്ങൾ ഞാനെടുത്തത്ര സമയം എടുക്കരുത്. അവർ ഈ ലോകത്തുള്ളപ്പോൾ തന്നെ